नरसिंह जय जय प्रहलादेश जय पद्ममुख मुख पद्मभृंग पति विघ्नविनाश नरसिंह भगवान की जय। पिता प्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभुपाद की जय। गौर ब्रह्मांडे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ആ, അച്ഛ. ഹരേ കൃഷ്ണ. സൂര്യ മാതാജി. ഹരേ കൃഷ്ണ. ലൈല മാതാജി. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ആ, ഹരേ കൃഷ്ണ. ഇന്ന് ആൾക്കാർ കുറവാണല്ലോ. ഉം, ചിലപ്പോൾ ഇനി പ്രശ്നോത്തരി ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. നമ്മള് നമ്മള് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം 72 ശ്ലോകങ്ങൾ ഏകദേശം ഒരു 6 മാസം കൊണ്ട് എടുത്തു തീർന്നു. ഇപ്പൊ ഇതിന്റെ സമ്മറി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തരോടും പറഞ്ഞു. സമ്മറി പലരും എടുത്തു. അപ്പം അതിലെ ചിലർ ഇഷ്ടമുള്ള ശ്ലോകങ്ങള്, ഇഷ്ടമുള്ള കുറച്ച് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് സംഭവങ്ങൾ അങ്ങനെയൊക്കെ രണ്ടാം അധ്യായത്തിൽ പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നമുക്കൊരു ഒരു പ്രയോജനം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൂടെയും കടന്നുപോയി. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന പ്രശ്നോത്തരിയാണ് രണ്ടാമത്തെ അധ്യായത്തിലെ അവസാനത്തെ പ്രശ്നോത്തരി. എനിക്ക് സമയമൊക്കെ കുറവായിരുന്നു കിട്ടാനായിട്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ഇന്നലെ രാത്രിയിലാണ് എഴുതിയത്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, സ്കാൻ ചെയ്തില്ല. എന്നാലും ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്തെന്ന് അറിയില്ല. നമുക്ക് എന്നാലും തുടങ്ങാം. എല്ലാവരും ഒക്കെ പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് പേര് ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ അംബിക മാതാജി, സൂര്യ മാതാജി, പിന്നെ ആരാണ്, ലൈല മാതാജി, സുജന മാതാജി, അങ്ങനെ കുറച്ച് പേര് ഉള്ളൂ. ഹരേ കൃഷ്ണ മാതാജി. പഠിച്ചിട്ടൊന്നുമില്ല പഠിച്ചിട്ടൊന്നുമില്ല പ്രഭു, അറ്റൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഹരിബോൾ. അറിയാവുന്ന എഴുതാം, നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഓർമ്മ പിന്നെ കിട്ടുന്നില്ല. ഉഷമണി മാതാജി ഉണ്ട് വായിച്ചിട്ടുണ്ട്. പ്രഭു. ഉഷാമണി മാതാജി എഴുതാൻ തീരുമാനിച്ചാണോ വന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. അപ്പൊ എന്നാ വാശിയോട്, ജ്ഞാനാംബിക മാതാജിയുടെ ആ വാശിയോട് കൂടി മാതാജിക്ക് എഴുതിക്കൂടെ? മാർക്ക് കിട്ടുന്ന മാർക്ക് പിന്നെ നോക്കണ്ടല്ലോ, നമ്മൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ. എന്താ പ്രഭു? മാതാജി കൂടെ അറ്റൻഡ് ചെയ്ത് കൂടെന്ന്. എന്തിന്? പ്രശ്നോത്തരിയാണ്. ഞാൻ കേൾക്കുന്നുണ്ട് പ്രഭു. നല്ല കാര്യം. ഞാൻ ശ്രവണാണല്ലോ നല്ല ഏറ്റവും കല്യാണത്തിന് പോയിരുന്നു. ശ്രവണാണല്ലോ ഏറ്റവും പ്രധാനം അല്ലേ. കല്യാണത്തിന് പോയിരുന്നു ഇന്നലെ. കല്യാണം ഞാൻ കേമല്ലായിരുന്നോ? ഞാൻ സൗത്ത് ചോദിച്ചതിന് വൃന്ദാവനത്തില്. നോക്കിയായിരുന്നോ പ്രഭു? ഏ നോക്കിയായിരുന്നോ? യുക്തയുടെ അർത്ഥം നോക്കിയായിരുന്നോ? യുക്ത ആരാ? യുക്ത നോക്കിയായിരുന്നോ? മാതാജി ഇന്ന് സമയം കിട്ടിയില്ല. കാര്യം ഒരുപാട് സീനിയർ ഡിവോട്ടീസിന്റെ ഒക്കെ കൂടെ ഇരുന്നാണ്. ഞാൻ പലതവണ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ എനിക്ക് വണ്ടി വന്ന കാരണം എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞാൻ അവരോട് ഉം. ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഉത്തരം കിട്ടിയേനെ. ഉം. യുക്താഹാര എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതാഹാരം ഒഴിവാക്കി. അപ്പൊ ഒരു ഫ്രേസ് ആണ് മാതാജി, യുക്താഹാര വിഹാരസ്യ എന്ന് പറഞ്ഞിട്ട്. യുക്താഹാരമുണ്ട്. യുക്ത എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. യുക്ത ആ കൂടി, അതായത് യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞ് വേറെ ഇതുണ്ട്. അപ്പൊ ഇതെല്ലാം ഉം. ഒരു ഫ്രേസ് ആണ് ഇതിനോട് കൂടെ കൂടിയുള്ള. ഒരു സ്ഥിരത എന്ന് രണ്ടു മൂന്ന് പേര് ഓരോ തരത്തിലാ പറഞ്ഞു. ഉം സ്ഥിരത സ്ഥിരത എന്ന് പറഞ്ഞു. സ്ഥിരത ഒരാള്. അങ്ങനെയല്ല, അങ്ങനത്തെ ഉം. ഒരു അർത്ഥം ഇല്ല ഇതിന്. ഇത് ഒരു മെയിൻ അപ്പൊ വാക്കിന്റെ കൂടെ വരുന്നതാണ്. അപ്പൊ പിന്നെ യുക്ത എന്ന് മാത്രം എന്താ അർത്ഥം അന്നേരം ഉള്ളത്? ഞാൻ എന്നോട് ആർക്കെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചു നോക്കാം. ഇന്ന് നേരിട്ട് കണ്ടു ചോദിക്കാനായിട്ട് പറ്റിയില്ല. ഞാനത് ഉം. ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രസാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും. അവര് അവരിട്ട് തന്നിരിക്കുന്ന യുക്ത എന്ന്. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടും കാണുന്നില്ല. യുക്തയുടെ മാത്രം കാണുന്നില്ല. അതെ, നോക്കിയിട്ട് പറയാം മാതാജി. ഞാൻ ഉം. ഇന്ന് വോയിസ് മെസ്സേജ് അയച്ചു നോക്കാം. ആരെങ്കിലും റിപ്ലൈ ചെയ്യുമായിരിക്കും. അപ്പം ഉം. ശരി, നമുക്ക് തുടങ്ങാം എന്നാ. ഉം. ഇപ്പം ഭഗവത്ഗീത പ്രശ്നോത്തരി 10ാമത്തെ പ്രശ്നോത്തരിയാണ്. രണ്ടാമത്തെ അധ്യായം ശ്ലോകം 60 മുതൽ 72 വരെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം. അപ്പൊ എല്ലാവരും ഉത്തരം എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. എന്ത് സാധനത്തിനാണ് അടക്കമില്ലാത്തതും കരുത്തും ഉള്ളത് എന്ന് പറയുന്നത്? അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്.
എ ആത്മാവ്, ബി പരമാത്മാവ്, സി ഇന്ദ്രിയങ്ങൾ, ഡി വിഷയങ്ങൾ. കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ ആൻസർ ഓപ്ഷൻ ഉള്ളൂ. ചോദ്യം എന്തിനാണ് ഒന്നുകൂടെ പറഞ്ഞു. എന്തിനാണ് അടക്കമില്ലാത്തതും കരുത്തുള്ളതുമായ സംഭവം ആയിട്ട് കണക്കാക്കപ്പെടുന്നത്? എ ആത്മാവ്, ബി പരമാത്മാവ്, സി ഇന്ദ്രിയങ്ങൾ, ഡി വിഷയങ്ങൾ. ഇത്രയും സമയം മതി പ്രഭു. ഹരേ കൃഷ്ണ. രണ്ടാമത്തേത്, വിശ്വാമിത്രന്റെ ഇന്ദ്രിയ ജയത്തെ നിഗ്രഹിച്ചത് ആര്? വിശ്വാമിത്രന്റെ ഇന്ദ്രിയ ജയത്തെ നിഗ്രഹിച്ചത് ആര്? എ ഉർവശി, ബി മേനക, സി രംഭ, ഡി തിലോത്തമ. വിശ്വാമിത്രന്റെ ഇന്ദ്രിയ ജയം എന്ന ഉദ്യമത്തെ നിഗ്രഹിച്ചത് ആര്? എ ഉർവശി, ബി മേനക, സി രംഭ, ഡി തിലോത്തമ. അടുത്തത് മൂന്നാമത്തേത്, അർജുനനെ ഭർത്താവായി വരിക്കാൻ ആഗ്രഹിക്കും, അതേസമയം അർജുനന് അമ്മയുടെയും മകളുടെയും സ്ഥാനം ഒരേപോലെ വഹിച്ചതുമായ അപ്സരസ് ആരാണ്? അർജുനനെ ഭർത്താവായി വരിക്കാൻ ആഗ്രഹിക്കുകയും അതേസമയം അർജുനന് അമ്മയുടെയും മകളുടെയും സ്ഥാനം ഒരേപോലെ വഹിച്ചതുമായ ആ അപ്സരസ് ആരാണ്? എ ഉർവശി, ബി മേനക, സി രംഭ, ഡി തിലോത്തമ. നാലാമത്തേത്, നരനാരായണ ഋഷിയാൽ വധിക്കപ്പെട്ട അസുരന്റെ പേര്. നരനാരായണ ഋഷിയാൽ വധിക്കപ്പെട്ട അസുരന്റെ പേര്. എ ഘടോത്കചൻ, ബി ഹിഡുംബൻ, സി വിരാതൻ, ഡി സഹസ്രകവചൻ. നരനാരായണ ഋഷിമാരാൽ വധിക്കപ്പെട്ട അസുരന്റെ പേര്. എ ഘടോത്കചൻ, ബി ഹിഡുംബൻ, സി വിരാടൻ, ഡി സഹസ്രകവചൻ. അഞ്ചാമത്തേത്, യഥവതി മമ ചേത കൃഷ്ണ പാതാരവിന്ദേ. ആരുടെ വാക്കുകളാണിത്? ഈ പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? എ യമുനാചാര്യൻ, ബി രാമാനുജാചാര്യൻ, സി സനാതന ഗോസ്വാമി, ഡി രൂപ ഗോസ്വാമി. യഥവതി മമ ചേത കൃഷ്ണ പാതാരവിന്ദേ. ഇത് ആരുടെ വാക്കുകളാണ്? എ യമുനാചാര്യൻ, ബി രാമാനുജാചാര്യൻ, സി സനാതന ഗോസ്വാമി, ഡി രൂപ ഗോസ്വാമി. അടുത്തത് ആറാമത്തേത്, ദിവ്യമായ വിശിഷ്ട അനുഭൂതിയെ എന്തു പറയുന്നു? ഓപ്ഷൻസ് ഇല്ല, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ദിവ്യമായ വിശിഷ്ട അനുഭൂതിയെ എന്തു പറയുന്നു? ഏഴാമത്തേത്, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് തന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനെ എന്ത് വിളിക്കുന്നു? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് തന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്ന ആളെ എന്ത് വിളിക്കുന്നു?
എട്ട് എട്ട് അംബരീഷ മഹാരാജാവിന്റെ കുറഞ്ഞത് 4 ഗുണവിശേഷങ്ങൾ പറയുക. കുറഞ്ഞത് 4. അംബരീഷ് മഹാരാജാവിന്റെ. ഈ 9-4 പറഞ്ഞാൽ മതിയോ പ്രഭു? ഏ ഈ 9 എണ്ണത്തിൽ 4 പറഞ്ഞാൽ മതി. കുറഞ്ഞ 9 എണ്ണത്തിലെ 4 എണ്ണമെങ്കിലും കുറഞ്ഞത്. ഉം. കൂടുതൽ അറിയാമെങ്കിൽ ഫുൾ എഴുതിക്കോ. ഫുൾ അറിയാമെങ്കിൽ 9ഉം. ഉം. ഉം. 9ാമത്തെ ചോദ്യം ആയോ? 9ാമത്തെ ചോദ്യം. യോഗസൂത്രം നിർദ്ദേശിക്കുന്നത് ആരെ ധ്യാനിക്കണമെന്നാണ്? യോഗസൂത്രം നിർദ്ദേശിക്കുന്നത് ആരെ ധ്യാനിക്കണമെന്നാണ്? എ ശിവൻ, ബി വിഷ്ണു, സി വായു, ഡി അഗ്നി. യോഗസൂത്രം നിർദ്ദേശിക്കുന്നത് താഴെ പറയുന്നവരിൽ ആരെ ധ്യാനിക്കണമെന്നാണ്? എ ശിവൻ, ബി വിഷ്ണു, സി വായു, ഡി അഗ്നി. ഇനിയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഓപ്ഷൻസേ ഇല്ല. ഇത് 10. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രഭു യഥാർത്ഥ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ repeat ചെയ്യൂ. ഹരേഷ്ണ മാതാജി, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ പ്രഭു? ഹരേഷ്ണ. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇനി അടുത്തത് 11. ആസക്തിയുടെ ബൈ പ്രോഡക്റ്റ് എന്താണ്? ആസക്തി മൂലം ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? പന്ത്രണ്ട്. ഒരു ഭക്തന്റെ വിജയരഹസ്യം എന്താണ്? ഒരു ഭക്തന്റെ വിജയരഹസ്യം എന്താണ്? പതിമൂന്ന്. ക്രോധത്തിന്റെ ബൈ പ്രോഡക്ട്സ് എന്തെല്ലാം? ക്രോധത്തിന്റെ ബൈ പ്രോഡക്ട്സ് എന്തെല്ലാം?
14 ഒരാളെ ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ ഇത് മാത്രം മതി. അതേതാണ്? ഒരാളെ ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ ഇത് മാത്രം മതി. അതേതാണ്? ഉം. 15 ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? പതിനാറ് എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും മുക്തനാക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും മുക്തനാക്കപ്പെടുന്നത്? ഇനി 17 ഭക്തന് കൈവരുന്ന അഹൈതുകമായ ഭഗവത് പ്രസാദം എന്താണ്? ഭക്തന് കൈവരുന്ന അഹൈതുകമായ ഭഗവത് പ്രസാദം എന്താണ്? പതിനെട്ട് പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് എന്ത് ലഭിക്കില്ല? പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് എന്ത് ലഭിക്കില്ല? പത്തൊൻപത് സ്ഥിരചിത്തതയാർന്ന് സമാധാനം നേടാനുള്ള ഉപാധി എന്താണ്? സ്ഥിരചിത്തതയാർന്ന് സമാധാനം നേടാനുള്ള ഉപാധി എന്താണ്? ഇരുപത് അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ബുദ്ധി വലിച്ചിഴക്കപ്പെടുന്നതിനെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? ശ്രദ്ധിച്ചു കേൾക്കണം. അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ബുദ്ധി വലിച്ചിഴക്കപ്പെടുന്നതിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? അതൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് ആ ശ്ലോകത്തിൽ. നമ്മുടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് അതിനെ കേന്ദ്രീകരിക്കുമ്പോൾ ബുദ്ധി വലിച്ച് ഇഴക്കപ്പെടുന്നു. ഇതിനെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു ആ ശ്ലോകത്തിൽ?
21. ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളെ എന്ത് വിളിക്കുന്നു? ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളെ എന്ത് വിളിക്കുന്നു? ഇരുപത്തിരണ്ട്. ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? 23. കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ആളെ എന്ത് വിളിക്കുന്നു? ഒന്നുകൂടെ. കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന വ്യക്തിയെ എന്ത് വിളിക്കുന്നു? 24-ാമത്തെ ചോദ്യം. കൃഷ്ണ ഭക്തന്മാർക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണശാന്തി ലഭിക്കുന്നത്? കൃഷ്ണ ഭക്തന്മാർക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണശാന്തി ലഭിക്കുന്നത്? ഇത് അവസാനത്തെ ചോദ്യം 25. അവസാനത്തെ ചോദ്യമാണ് 25-ാമത്തെ ചോദ്യം. ശ്രീല ഭക്തി വിനോദ കറണ്ട് ഠാക്കൂർ. പോയി. പ്രഭു കറണ്ട് പോയി. 24-ാമത്തെ ചോദ്യം ഏതാ? കറണ്ട് പോയി. കൃഷ്ണ പറഞ്ഞോളൂ. ഭക്തന്മാർക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണശാന്തി ലഭിക്കുന്നത്? ഇരുപത്തിയഞ്ച്. ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ 2-ാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിക്കാൻ കാരണം എന്താണ്? ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ 2-ാം അധ്യായത്തിലെ എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം ആയിട്ട് അല്ലെങ്കിൽ സമ്മറി ആയിട്ട് സംഗ്രഹിക്കാൻ കാരണം എന്താണ്? എല്ലാവരും ഉത്തരം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാമായിരിക്കാം. സമയം കിട്ടിയില്ല. എനിക്കും സമയം കിട്ടിയില്ല. ഞാനും ഇന്നലെ രാത്രി 12:30 എഴുതി തീർത്തപ്പം കാര്യം 2-3 ആഴ്ചയായിട്ട് എനിക്ക് സമയം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായ ദിവസങ്ങളായിരുന്നു.
അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം ഓർമ്മ ഉണ്ടാകും, നമ്മൾ നോക്കിയതിൽ നിന്ന് നമുക്ക് എന്തുമാത്രം അറിയാൻ പറ്റിയെന്നൊക്കെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എല്ലാവരും ആൻസർ ശരിയാണോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ആൻസർ കാണും. അത് സിറ്റുവേഷൻ സിമിലർ ആണ്. ആ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുക. പുറത്തുനിന്ന് ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഭാവാർത്ഥത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഒന്നോ രണ്ടോ ചോദ്യം മാത്രം പുറത്തുനിന്ന്, കാര്യം ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് മാത്രം. അതിന് ഓപ്ഷൻസും ഉണ്ടായിരുന്നു പുറത്തുനിന്ന് എടുത്ത ചോദ്യങ്ങൾക്ക്. ബാക്കിയെല്ലാം ഭഗവത്ഗീതയിലെ ഭാവാർത്ഥത്തിൽ നിന്നാണ്. ഒന്നാമത്, എന്തിനാണ് അടക്കമില്ലാത്തതും കരുത്തുള്ളതും? എ ആത്മാവ്, ബി പരമാത്മാവ്, സി ഇന്ദ്രിയങ്ങൾ, ഡി വിഷയങ്ങൾ. ഉത്തരം ഏതാണ്? ഇന്ദ്രിയങ്ങൾ. സി ഇന്ദ്രിയങ്ങൾ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ദ്രിയങ്ങൾ. ഉം. രണ്ടാമത്തേത്, വിശ്വാമിത്രന്റെ ഇന്ദ്രിയ ജയത്തെ നിഗ്രഹിച്ചത് ആരാണ്? എ ഉർവശി, ബി മേനക, സി രംഭ, ഡി തിലോത്തമ. ആരാണ്? മേനക. മേനക. ഉത്തരം ബി ആണ്. ബി. ഉം. വിശ്വാമിത്രന് 60,000 വർഷം, അന്നത്തെ കാലത്ത് ആയുസ് എത്രയായിരുന്നു? 1,00,000 വർഷം. 60,000 വർഷം ചെയ്ത തപസ്സുകള് മേനക വന്ന് 2 ചാട്ടം ചാടിയപ്പോൾ തന്നെ തകർന്നുപോയി. അപ്പൊ അതാണ്. വല്ല കാര്യം വല്ല കാര്യമുണ്ടോ? അതാണ് അല്ല, വല്ല പറയുന്നത്. കാര്യമുണ്ടോ? അപ്പൊ അതാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു വന്നത്. ഭഗവാൻ വളരെ വിശ്വാമിത്ര ഋഷിമാരെ അത്രയും വലിയൊരു ഒരാളെ നമുക്ക് കണ്ട്, അതായത് ഒരു രാജാവായിട്ടിരുന്ന ഒരാൾ, രാജർഷിയാണ് വിശ്വാമിത്രൻ അല്ലേ? രാജാവായിട്ടിരുന്ന ഒരാൾ ഋഷി തുല്യരായിട്ട് ജീവിച്ചു. അത് അംബരീഷ് മഹാരാജനെ കൂട്ട് തന്നെ അല്ലേ? അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഇത്ര വർഷം ഇരുന്ന് തപസ് ചെയ്യണമെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ ഇത്രയും പ്രൗഢിയും പവറും ഒക്കെ ഉണ്ട്. ക്ഷത്രിയനാണെന്നുള്ള ആ അഹങ്കാരവും അങ്ങനെയൊക്കെയുള്ള ക്ഷത്രിയന്റെ ഈഗോസും എല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് ഇത്രയും നാൾ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ചില്ലറ കാര്യമല്ല. എന്നിട്ട് എന്ത് ചെയ്തു? തകർന്നു അതെല്ലാം ഒറ്റ നിമിഷം. അടുത്തത്, അർജുനനെ ഭർത്താവായി വരിക്കാൻ ആഗ്രഹിക്കുകയും അതേസമയം അർജുനന് അമ്മയുടെയും മകളുടെയും സ്ഥാനം ഒരേപോലെ നിർവഹിച്ചതായ അപ്സരസ് ആരാണ്? എ ഉർവശി, ബി മേനക, സി രംഭ, ഡി തിലോത്തമ. ആരാണ്? ഉർവശീന്ന് എഴുതിയത് ശരിയാണോ? ഏ ഉർവശീന്ന് എഴുതിയത് ശരിയാണോ? ആ, ശരിയായിട്ടുള്ള ഉത്തരം ഉർവശി. അതെ, ശരിയാ. അതെങ്ങനെയാണ് ഉർവശി അർജുനന്റെ മകളാകുന്നത്? മറ്റേത് കറങ്ങി കുത്തിയതാണോ? കറങ്ങി കുത്തിയതാ. ഇത്ര പ്രാവശ്യം അറിയില്ല, ഞാൻ ഈ എനിക്ക് കഥ കറങ്ങി പറഞ്ഞിട്ടുണ്ട്. കുത്തിയതാ. ഉർവശി എങ്ങനെയാ മറന്നുപോയി. അർജുനന്റെ മകളാകുന്നത്, അല്ലെങ്കിൽ അർജുനന്റെ അമ്മയായത് എങ്ങനെയാണ്? ഈ 2 സ്ഥാനങ്ങളിലും ഒരേ തരത്തിൽ എങ്ങനെയാ വഹിക്കുന്നത്? ആ, ഉർവശി ആരിൽ നിന്നുണ്ടായത്? നരനാരായണ ഋഷിയുടെ തൊട കീറിയാണ് ഉർവശി പുറത്തു വന്നത് അല്ലേ? അതിലെ നാരായണ ഋഷി ആരാണ്? നര ഋഷി ആരാണ്? അർജുനനാണ്. നാരായണൻ ഭഗവാനും അല്ലേ? ഇവരാണ് കൃഷ്ണാർജുനന്മാരായിട്ട് പിന്നീട് വന്നത്. ഈ നരനാരായണ ഋഷിമാര് ബദരികാശ്രമത്തിൽ ഇരുന്ന് തപസ് ചെയ്തപ്പോൾ ഈ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മേനക, രംഭ, തിലോത്തമ അങ്ങനെ അപ്സര സ്ത്രീകൾ വന്ന് അവിടെ ചെന്ന് ഡാൻസ് കളിച്ചു. ഇതേപോലെ തന്നെ എവിടെ വിശ്വാമിത്രനെ തപസ്സിളക്കാൻ വേണ്ടി ഇന്ദ്രൻ മേനകയെ വിട്ട പോലെ തന്നെ ഇവരെ വീണ്ടും ഈ നരനാരായണ ഋഷിയുടെ തപസ്സിളക്കാൻ വേണ്ടിയിട്ട് വിട്ടു. ഇവർ വന്ന് ഡാൻസ് കളിച്ചിട്ട് എന്ത് ചെയ്യും? നരനാരായണ ഋഷിമാരെ വളരെ നല്ല പുഞ്ചിരിയോടുകൂടി എന്ത് ചെയ്തു? ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തേക്ക് സൂക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇവരെ നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പം ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് ഭംഗിയുള്ള അനേകായിരം അപ്സര സ്ത്രീകൾ, സുന്ദര സ്ത്രീകൾ ഇവരുടെ ശരീരത്തിൽ കൂടെ ഓടി നടക്കുന്നു. ഇവരുടെ ശരീരത്തിൽ തന്നെ. ഇപ്പം മേനകയും അവരെല്ലാവരും നാണം കെട്ട് കുനിഞ്ഞു നിന്ന കാര്യം, അവരുടെ ഒരു 10,000 മടങ്ങ് ഭംഗിയുള്ള അപ്സരസിൽ അതിസുന്ദരിയായ സ്ത്രീകളാണ് നരനാരായണകൃഷ്ണന്മാരുടെ ശരീരത്ത് തന്നെയുള്ളത്. അപ്പൊ പിന്നെ ഈ സൗന്ദര്യം, പുറത്തുള്ള സൗന്ദര്യം എന്താണ് അവർക്ക്? അപ്പൊ അവരാകെ പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാണം കെട്ട് ഇരുന്ന സമയത്ത് എന്ത് ചെയ്തു? നരനാരായണ ഋഷി എന്ത് ചെയ്തു? തൊടക്കിട്ട് അടിച്ചിട്ട് തൊട പിളർന്നു. അപ്പൊ അവിടെ നിന്ന് ഈ ഒരു അപ്സരസ് പുറത്തു വന്നു തൊടയിൽ നിന്ന്. അതാണ് ഊരു പിളർന്ന് വന്നതുകൊണ്ട് ഉർവശിയായി. ഊരു പിളർന്ന് വന്നതുകൊണ്ട് ഉർവശിയായി. അങ്ങനെ ആ ഉർവശിയാണ് പറഞ്ഞു, നിങ്ങളുടെ ഇന്ദ്രൻ നിന്നാ കൊണ്ടേ കൊടുക്കൂ സമാനമായിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഉർവശി
ഇന്ദ്രന്റെ അടുക്കലെത്തുന്നത്. പിന്നെ ഉർവശി ആർക്ക്? ഇന്ദ്രന് ഭാര്യ സമമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉർവശി ആയിരുന്നു ഏറ്റവും സുന്ദരിയായിട്ടുള്ള അപ്സരസ്. അങ്ങനെ ഉർവശി ഇന്ദ്രന്റെ ഭാര്യാ പദവിയിൽ വരെ എത്തി. അപ്പം ആരാണ് അർജുനൻ? ആരാണ് പിൽക്കാലത്ത്? ഇന്ദ്രപുത്രനാണ് അല്ലേ? ഇന്ദ്രപുത്രനല്ലേ അർജുനൻ? അപ്പൊ ഇതേ അർജുനൻ ദേവലോകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഉർവശി അർജുനനെ മോഹിച്ചു. അർജുനനെ മോഹിച്ചു കഴിഞ്ഞ സമയത്ത് അതെല്ലാം ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആയിരുന്നു അല്ലേ? അർജുനനെ മോഹിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ അറിയാം ഇത് ആരാണ്? നരനാരായണ ഋഷി ആയിരുന്ന സമയത്ത് എൻ്റെ മകളായിരുന്നു എന്നും ഇവിടെ വന്നപ്പോഴത്തേന് എന്താണ് പിതാവ് എന്ത് ചെയ്തു? ഭാര്യയായിട്ട് സ്വീകരിച്ച ആളായിട്ട് അമ്മയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് മകളായിട്ടും അമ്മയുടെ സ്ഥാനം അലങ്കരിച്ചു. അതുകൊണ്ട് ഇത് അപരാധാണെന്ന് മനസ്സിലാക്കി അർജുനൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ഉർവശി എന്ത് ചെയ്തു? ഒരു ശാപം കൊടുത്തു. ആ ശാപമാണ് പിന്നീട് ഉപകാരമായി പോയത് അല്ലെ? ഷണ്ടനായി മാറി അല്ലേ? ആണും പെണ്ണും അല്ലാത്തവനായി മാറി. അതാണ് വനവാസ കാലത്ത് ഈ പറയുന്ന ഇവരെ സഹായിച്ചത്, വേഷം മാറി ജീവിക്കാനുണ്ട്. അപ്പൊ ഏത് രൂപത്തിലായിരുന്നു ആ ഒരു വർഷം ഈ ശാപം, ഉർവശിയുടെ ശാപം അനുഭവിച്ചത് അർജുനൻ? ഏത് രൂപത്തിൽ വന്നിട്ടാണ്? ഉർവശി ശാപം ഉപകാരമായത് ഇവര് 12 വർഷത്തെ വനവാസവും 13ാമത്തെ വർഷത്തെ അജ്ഞാതവാസവും ചെയ്ത കാലത്ത് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ കീചകൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവരെ കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. കീചകൻ അപ്പൊ കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ ഇവരെല്ലാരും വേഷം മാറി പ്രച്ഛന്ന വേഷത്തിൽ ജീവിച്ചിരുന്നു. അപ്പൊ അർജുനന് ഈ ശാപം ഉപകാരമായി മാറി. ആ സമയത്ത് അർജുനൻ ആരായി മാറി? ഈ ഉർവശിയുടെ ബൃഹന്തള ഡാൻസ് പഠിപ്പിക്കുന്നു. ഡാൻസ് പഠിപ്പിക്കാൻ ഉത്തരയുടെ അതായത് ഉത്തരയ്ക്കും ഉത്തരനും ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിരാട് രാജാവിന്റെ മക്കളാണ് ഉത്തരൻ 2 പേരുണ്ട്, മകനുമുണ്ട്. അവരെ നൃത്തം പഠിപ്പിക്കാനായിട്ട് ബൃഹന്തളയായിട്ട് മാറി. സ്ത്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ വേഷമാണ് കെട്ടിയിരിക്കുന്നത്, പക്ഷെ പുരുഷനാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥ. ഉർവശിയുടെ ശാപം അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു ശാപകാലം ഈ ഒരു വർഷം അനുഭവിച്ചു തീർത്തു. അങ്ങനെ അടുത്തത് 4ാമത്തെ ചോദ്യം. നരനാരായണ ഋഷിമാരാൽ വധിക്കപ്പെട്ട അസുരന്റെ പേര് എന്ത്? എ ഘടോത്കജൻ, ബി ഹിഡുംബൻ, സി വിരാധൻ, ഡി സഹസ്ര കവചൻ. ആരാണ്? നിങ്ങൾക്ക് ആർക്കും ഉത്തരമില്ല, ആൻസർ ഇല്ലേ? സഹസ്ര കവചൻ. ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 5ാമത്തേത് യഥാവധി ഉത്തരം തെറ്റിയെന്ന് പറഞ്ഞാൽ സഹസ്രകവചൻ തന്നെയല്ലേ? ആണോ അത് വേറെ ഉത്തരമാണോ? ആരാ? നരനാരായണ ഋഷിമാരാൽ വധിക്കപ്പെട്ടത് സഹസ്ര കവചനാണ്. ഇവർ ഓരോ 1000 വർഷം തപസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 തലയാണ്. ഒരു തല മുറിക്കണമെങ്കിൽ തന്നെ 1000 വർഷത്തെ തപശ്ചര്യ വേണം. അപ്പൊ നരഋഷി ഒരു 1000 വർഷം തപസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു തല മുറിച്ചു കളയും. നാരായണ ഋഷി ആ സമയത്ത് അടുത്ത 1000 വർഷം തപസ് ചെയ്തിട്ട് 1000 വർഷത്തെ യുദ്ധത്തിന് ശേഷം ഒരു തല കളയും. അങ്ങനെ 999 തലകളും കളഞ്ഞിട്ട് ആ ഒരു തലയോട് കൂടി ഇദ്ദേഹത്തെ ജീവിക്കാൻ വിട്ടു. അങ്ങനെ ആ സഹസ്ര കവചന്റെ ഒരു തലയായിട്ട് ജീവിച്ച് അദ്ദേഹം മരിച്ച് പിൽക്കാലത്ത് ആരായിട്ട് ഈ കവചമായിട്ട് പിൽക്കാലത്ത് ആ ഒരു കവചമായിട്ട് പിറന്നു. ആരുടെ? സൂര്യപുത്രനായിട്ട് കുന്തി ദേവിക്ക് കർണനായിട്ട് വന്നു. അങ്ങനെ കൃഷ്ണ അർജുനന്മാർ തന്നെ ഇവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ കവചം മുറിക്കാനായിട്ട് ഇടയാക്കി. മനസ്സിലായില്ലേ? 5 ഈ നരനാരായണ ഋഷിമാര് തന്നെ അർജുനനും കൃഷ്ണനുമായിട്ട് വന്ന് ഈ 1000ാമത്തെ കവചവും മുറിച്ചു മാറ്റി. അടുത്തത് 6ാമത്തേത് യഥാവധി മമ ചേത കൃഷ്ണപാദാരവിന്ദേ. ഇത് ആരുടെ വാക്കുകളാണ്? എ യമുനാചാര്യൻ, ബി രാമാനുജാചാര്യൻ, സി സനാതന ഗോസ്വാമി, ഡി രൂപ ഗോസ്വാമി. ആരുടെ വാക്കുകളാണ്? എ യമുനാചാര്യൻ. യമുനാചാര്യനാണ്. 6 ദിവ്യമായ വിശിഷ്ടാനുഭൂതിയെ എന്ത് പറയുന്നു? എന്താണ് ദിവ്യമായ വിശിഷ്ടാനുഭൂതിയെ എന്ത് പറയുന്നു? കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ദിവ്യമായ ഒരു വിശിഷ്ട അനുഭൂതിയാണ്. അടുത്തത് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് തന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്ന
അവനെ എന്തു പറയണം, എന്ത് വിളിക്കുന്നു? സ്ഥിരപ്രജ്ഞനാണോ? സ്ഥിരബുദ്ധിയുള്ളവൻ. ഉം. അവിടെ പറയുന്നത് സ്ഥിരബുദ്ധിയുള്ളവനാണ്. സ്ഥിരപ്രജ്ഞൻ എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. പ്രജ്ഞയും ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്ഥിരപ്രജ്ഞൻ. ഒന്ന് തന്നെയാണ്. ഉം. നമ്മുടെ ആ ശ്ലോകത്തിൽ പറയുന്നത് സ്ഥിരബുദ്ധിയുള്ളവൻ എന്നാണ്. ആ, 8 അംബരീഷ് മഹാരാജാവിന്റെ കുറഞ്ഞ 4 ഗുണവിശേഷങ്ങൾ പറയുക. ഞാൻ 9 എഴുതിയിട്ടുണ്ട്, മാർക്ക് കൂടുതൽ തരണം. ഹരിബോൾ പറഞ്ഞോ മാതാജി. ശ്രവണം, ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, പാദസേവനം, ഭാവം, പ്രേമം. അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ അത് ആ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാതാജിക്ക് 0 മാർക്ക്. യോ അദ്ദേഹത്തിന്റെ മനസ്സ് എന്തിൽ അർപ്പിച്ചു? മനസ്സ് കൃഷ്ണപാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചു. ഭഗവദ്ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, കൃഷ്ണക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകൾ, ഭഗവത് പ്രഭു കഥാശ്രവണത്തിൽ ഞാൻ കർണങ്ങൾ, ആ പിന്നെ ഭഗവാന്റെ രൂപദർശനത്തിൽ കണ്ണുകൾ. അങ്ങനെ പിന്നെ ബാക്കി കുറെ ഉണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട 4 പറഞ്ഞത് മനസ്സ് കൃഷ്ണപാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചു. മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അടിമയാക്കി ഇറക്കി വെച്ചു. പിന്നെന്താണ്? ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിലായിരിക്കും. എപ്പം നാം എടുത്ത് ആരോട് സംസാരിക്കുകയാണെങ്കിലും ഭഗവാന്റെ ഏതെങ്കിലും ധാമത്തെ പറ്റി വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് നാക്ക് ഉപയോഗിച്ചത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ. പിന്നെ കൃഷ്ണക്ഷേത്രം ശുദ്ധീകരിക്കണം. ഭഗവാന്റെ ഏതെങ്കിലും ധാമങ്ങൾ ശുദ്ധീകരിക്കുന്നതിനാണ് ഏത് സമയവും കർമ്മേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി കൈകൾ വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഭഗവത് കഥാശ്രവണത്തിലാണ് കർണങ്ങൾ. ഇത് ഭഗവാന്റെ കഥകൾ. മറ്റേ ഒരു പരദൂഷണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ചെവി അടച്ചു പിടിക്കും. അദ്ദേഹത്തിന് അതിന് താല്പര്യമില്ല. ഭഗവാന്റെ കഥാശ്രവണത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ചെവികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അടുത്തത് അദ്ദേഹത്തിന്റെ രൂപദർശനത്തിൽ, ഭഗവാന്റെ ശ്രീദർശനത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള 4 എഴുതാനാണ്. 4 എഴുതിയിട്ടുള്ളൂ, ബാക്കിയുണ്ട്. അടുത്ത 9ാമത്തെ ചോദ്യം. മാർക്കില്ലേ പ്രഭു? എന്നിട്ട് മാർക്കില്ലേ? അല്ലാതെ ഈ നവവിധ ഭക്തി 9 കാര്യത്തിലും ഏറ്റവും ഇദ്ദേഹമാണ്, അംബരീഷ് മഹാരാജാവാണ് നവവിധ ഭക്തിയിലെ ഈ 9 കാര്യങ്ങളും പൂർണ്ണമായ തോതിലുള്ള ആള്. ആ ഉത്തരമല്ല, മനസ്സിലായില്ലേ? ഈ നവവിധ ഭക്തിയിലുള്ള ഈ കാര്യങ്ങൾ എങ്ങനെ ഈ അംബരീഷ് മഹാരാജാവ് ആപ്ലിക്കേഷൻ ചെയ്തു, ആപ്ലിക്കേഷൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? അടുത്ത 9. യോഗസൂത്രം നിർദ്ദേശിക്കുന്നത് ആരെ ധ്യാനിക്കണമെന്നാണ്? എ ശിവൻ, ബി വിഷ്ണു, സി വായു, ഡി അഗ്നി. വിഷ്ണു. വിഷ്ണു ആരാധനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ ഉത്തരം ബി ആണ്. ഉത്തരം ബി. അടുത്തത് 10. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥ യോഗം കൊണ്ട് നമ്മൾ എന്താണ്? കൃഷ്ണാവബോധമുള്ളവരാകണം, ഭഗവത് ഭക്തന്മാരാകണം. ഇത് രണ്ടുമാണ് ലക്ഷ്യങ്ങൾ. യഥാർത്ഥ യോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മസിൽ വരിക, മറ്റുള്ള ഈ മനസ്സ് കേന്ദ്രീകരിക്കുക മാത്രമല്ല. എന്താണ് യഥാർത്ഥ യോഗം കൊണ്ട്? കൃഷ്ണാവബോധം ഉണ്ടാകണം, അതുപോലെ തന്നെ ഭഗവത് ഭക്തന്മാരാകണം. ഭഗവാനുമായിട്ട് ആണ് യോഗം ചേരേണ്ടത്, അല്ലാതെ മറ്റുള്ള ഭഗവത് പ്രാപ്തി എന്ന് എഴുതിയാൽ കിട്ടുമോ പ്രഭു? പരമപദപ്രാപ്തി എന്ന് എഴുതിയാൽ അതായാലും ഭഗവത് പ്രാപ്തി കുഴപ്പമില്ല. ശരിയാണ്, പാർഷ്യലി ശരിയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണാവബോധമുള്ളവരാക്കണം യഥാർത്ഥ യോഗം, അതുപോലെ തന്നെ ഭഗവത് ഭക്തന്മാരാക്കണം. ഇത് രണ്ടുമാണ്. മാതാജി എന്താ സൂര്യ മാതാജി പറയേണ്ടത്? പ്രീതി എന്നാ പ്രഭു എഴുതിയത്. ഏതാ? ഭഗവത് പ്രീതി എന്നാ എഴുതിയത്. ഭഗവത് കേൾക്കാൻ പറ്റുന്നില്ല പ്രീതിയും പ്രഭു. ശരിയാണ്. അതെ. 11. ആസക്തിയുടെ ബൈ പ്രോഡക്ട്സുകൾ എന്തെല്ലാമാണ്? കാമം, ക്രോധം, സമൂഹം, കാമവും ബുദ്ധി, ക്രോധവുമാണ് മെയിൻ ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ്. കാമവും ക്രോധവും. 12. ഒരു ഭക്തന്റെ വിജയ രഹസ്യം എന്താണ്? ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാവുന്ന ആത്മീയാനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതാണ് ഒരു ഭക്തന്റെ വിജയ രഹസ്യം.
ഒരു ഭക്തന്റെ വിജയരഹസ്യം എന്താണ്? ആത്മാർത്ഥതയുള്ള ഭക്തൻ എന്ത് ചെയ്യുന്നു? ഭഗവത് സമ്പർക്കത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ആസ്വദിക്കുന്നതിനാൽ അദ്ദേഹം എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. ഇതാണ് ആ ഒരു ഭക്തന്റെ വിജയരഹസ്യം. പോയി. അടുത്തത് 13. ക്രോധത്തിന്റെ ബൈ പ്രോഡക്ട്സ് ഏതെല്ലാമാണ്? സമ്മോഹം, അതുമൂലം ഓർമ്മപ്പിഴ, ബുദ്ധിനാശം, സർവനാശം. സർവനാശം. ക്രോധത്തിന്റെ ബൈ പ്രോഡക്ട്സ്: ക്രോധം മൂലം സർവനാശം. സമ്മോഹം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഓർമ്മപ്പിഴ ഉണ്ടാകുന്നു. നമ്മളിത് ക്ലാസ് എടുത്ത് വ്യക്തമായി പറഞ്ഞു. പിന്നെ ബുദ്ധിനാശം ഉണ്ടാകുന്നു, വിനാശം അത് ഉണ്ടാകുന്നു. സർവനാശം. സർവനാശത്തിലേക്ക് നയിക്കുന്നു. പ്രഭു 14. രണ്ടെണ്ണേ എഴുതിയുള്ളൂ. മാതാജിയുടെ ശബ്ദം ഇങ്ങനെ ബ്ലറായിട്ട് കേൾക്കുന്നു. അവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു, അല്ലേ? എനിക്ക് മനസ്സിലായില്ല മാതാജി എന്താ പറഞ്ഞെന്ന്. എന്താണ്, ഒന്നുകൂടെ പറയാമോ? റേഞ്ച് കുറവാ പ്രഭു, നെറ്റിന്റെ പ്രശ്നമുണ്ട്. അതെല്ലേ? നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് പ്രഭു. ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞ മാതാജി എന്താ ചോദിച്ചെന്ന്. നെറ്റിന്റെ പ്രോബ്ലം. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഒരു വിറകിന് മാത്രം കേട്ടു. ലാസ്റ്റത്തേക്ക് വെക്കാതെ ലാസ്റ്റ് മാതാജി ചോദിച്ചു ഈ ചോദ്യം. നമുക്ക് റേഞ്ച് ഉണ്ടെങ്കിൽ ആ സമയത്ത് പറയാം. എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഒരു വിറയലാണ് കേൾക്കുന്നത്. 14. ഒരാളെ ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ ഇത് മാത്രം മതി. ആ കാര്യം എന്താണ്? ഒരാളെ ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ ഇത് മാത്രം മതി. എന്താണ്? ഒരു ചെറിയ മനോവിഷമം പോലും ഒരാളെ ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടും. ആൻസർ: ഒരു ചെറിയ മനോവിഷമം പോലും ഒരാളെ ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടും. 15. ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? എന്താണ്? രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനാകുക, സ്വാതന്ത്ര്യത്തിനുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ നമ്മൾ രാഗവും ദേഷ്യവും വെടിയുക, അതിൽ നിന്ന് മുക്തനാകുക. പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ, അപ്പൊ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലേ? ഇത്രയ്ക്ക് ഇത്ര. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിന്റെ ലെവലിൽ നിന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ അഴിച്ച് വിടരുത്. അപ്പൊ ഇതാണ്. അപ്പൊ എന്തായിരുന്നു? ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കാനായിട്ട് ഒരു വ്യക്തി അപ്പൊ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനാകുക, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അടുത്തത് 16. എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും മുക്തനാവുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ മറ്റുള്ള എല്ലാ ആസക്തികളിൽ നിന്നും മുക്തനാകുന്നത്? ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാണ്. ഒരു ഭക്തന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാണ്. 17. ഭക്തന് കൈവരുന്ന അഹൈതുകമായ ഭഗവത് പ്രസാദം എന്താണ്? കൃഷ്ണാവബോധം. ഭക്തന് കൈവരുന്ന അഹൈതുകമായ ഭഗവത് പ്രസാദത്തെയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. 18. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് എന്ത് ലഭിക്കില്ല? 3 കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ്: ദിവ്യബുദ്ധി ലഭിക്കില്ല, ഉറച്ച മനസ്സ് കിട്ടില്ല, സമാധാനം കിട്ടില്ല. പരമപുരുഷനുമായി ബന്ധപ്പെടാത്ത ആൾക്ക് ഈ 3 കാര്യങ്ങൾ കിട്ടില്ല എന്നാണ്. നമുക്ക് ദിവ്യബുദ്ധി കിട്ടില്ല, ഉറച്ച മനസ്സ്, അല്ലെ നമ്മളെല്ലാം കുബുദ്ധികളായി മാറും. ദിവ്യബുദ്ധി കിട്ടില്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ. ഉറച്ച മനസ്സ് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ മനസ്സ്. പിന്നെ അതുപോലെ എന്താണ്? സമാധാനം കിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ്: ദിവ്യബുദ്ധി, ഉറച്ച മനസ്സ്, സമാധാനം. ഇത് 3 കിട്ടില്ല പരമപുരുഷനുമായി ബന്ധപ്പെടാത്ത വ്യക്തിക്ക്. അടുത്തത് 19.
സ്ഥിരചിത്തതയാർന്ന് സമാധാനം നേടാനുള്ള ഉപാധി എന്താണ്? സ്ഥിരചിത്തതയാർന്ന് സമാധാനം നേടാനുള്ള ഉപാധി എന്താണ്? എന്താണ്? കൃഷ്ണനാണ് ഏതൊന്നിന്റെയും ആസ്വാദകനും ഉടമയും ഏവരുടെ സുഹൃത്താണെന്ന് മനസ്സിലാക്കുന്നത്. ആ ശ്ലോകം ഏതാണ്? നമ്മൾ 5:29 കണ്ടതാണ്. ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മരിച്ചത്. ഞാൻ കാണാ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര പേര് പഠിച്ചു അത്? ശാന്തി മന്ത്രമാണെന്ന് പറഞ്ഞ് ഭഗവത്ഗീതയിലെ. ജ്ഞാനാംബിക മാതാജി ഇത്രയും കൈ പൊക്കുന്നു. ഇത്രയേ ഉള്ളൂ, ബാക്കിയില്ല. മുഴുവൻ പഠിച്ചില്ല പ്രഭു, കള്ളം പറയാൻ വയ്യ. അറിയില്ല, പഠിച്ചു, പക്ഷെ തലയിലോട്ട് കയറിയില്ല. കേറിയില്ലല്ലേ? ആ. അപ്പൊ അടുത്തത് എത്രാമത്തെയായിരുന്നു പറഞ്ഞത്? 20-ാമത്തെ ഇനി പറയണ്ട. 19-ാമത്തെ. അപ്പൊ എന്തായിരുന്നു? കൃഷ്ണനാണ് ഏതിന്റെ ആസ്വാദകനും ഭോക്താരാം യജ്ഞതപസാം, അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉടമയും സർവലോക മഹേശ്വരൻ, പിന്നെ എന്താണ്? ഏവരുടെ സുഹൃത്താണ് അല്ലെ? സുഹൃതം സർവഭൂതാനാം, സുഹൃത്താണ്, അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷിയാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് 20. അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ബുദ്ധി വലിച്ചിഴക്കപ്പെടുന്നതിനെ എന്തിനോടാണ് ഇവിടെ ഭഗവത്ഗീതയിൽ ഉപമിച്ചിരിക്കുന്നത്? എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കുന്നതിന് ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഉദാഹരണമാണ് ഇന്ദ്രിയങ്ങളെ വെള്ളത്തിലെ തോണിയെ, ഒരു തോണി കൊടുങ്കാറ്റ് എങ്ങനെ പിടിച്ചു വലിക്കുന്ന പോലെയാണ് നമ്മളുടെ എന്താണ് ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ബുദ്ധിയെ വലിച്ചിഴക്കപ്പെടും. ബുദ്ധി അപ്പൊ എന്താണ്? നമ്മുടെ ബുദ്ധിക്ക് വിഭ്രംശം ഉണ്ടാകും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളെ കൊണ്ടുതരും. ഇപ്പം മനസ്സാണ് അതിന്റെ പുറകെ പോകുന്നത് അല്ലേ? അപ്പം മനസ്സ് പോകുമ്പം ബുദ്ധി സാങ്ഷൻ കൊടുത്താലേ മനസ്സിന് പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ബുദ്ധിക്ക് എന്താണ്? സാങ്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഈ ചിന്ത വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ബുദ്ധിയെ ഇങ്ങനെ വലിച്ചിഴക്കപ്പെടുന്നത്? ഒരു അരുവിയിൽ കിടക്കുന്ന ഒരു തോണിയിൽ കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്താകും എന്ന് പറഞ്ഞ പോലെ ബുദ്ധി വ്യതിചലിക്കുന്നു. ഇതാണ് ആ ശ്ലോകം തന്നെ. ആ ശ്ലോകം തന്നെ ഇതാണ്. ഈ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്തത് 22-ാമത്തെ ചോദ്യം. ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? അല്ല, 21 പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. 21. ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളെ എന്താണ് വിളിക്കുന്നു? എന്താണ്? സ്ഥിതപ്രജ്ഞന. സ്ഥിതപ്രജ്ഞൻ. ഇന്ദ്രിയങ്ങളെ ആ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുന്ന ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നു. 22. ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിന് നിയോഗിക്കുക, അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിൽ മുഴുകുക. ഈ രണ്ട് കാര്യങ്ങൾ. ഭഗവാനെ ഇന്ദ്രിയങ്ങളെ സേവ കൃഷ്ണന്റെ ചെയ്ത് അതീന്ദ്രിയ സേവനത്തിന് നിയോഗിക്കുക, അതുവഴി കൃഷ്ണാവബോധത്തിൽ മുഴുകുക. ഇതാണ് എന്താണ്? ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശത്തെ എങ്ങനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിന്റെ ഉത്തരം ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിന് നിയോഗിക്കുക. ഋഷികേന ശികേശ സേവനം ഭക്തിരുച്ചതേ. എന്നിട്ട് സർവോപരി കൃഷ്ണാബോധത്തിൽ മുഴുകുക. അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അടുത്ത 23. കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ആളെ എന്ത് വിളിക്കുന്നു? മുക്തിക്ക് യോഗ്യനായവൻ എന്ന് വിളിക്കുന്നു. ഇതറിയുന്ന ആളെ നമുക്ക് മുക്തിക്ക് യോഗ്യനാണ് എന്ന് പറയാം. മാതാജി എന്താണ് പറയുന്നത്? സാധകൻ അല്ലെങ്കിൽ മുക്തിക്ക് ആ യോഗ്യനായവനല്ലേ? മുക്തിക്ക് യോഗ്യനാണ് സാധകൻ. എന്ന് വിളിക്കാം. അടുത്തത് 24. കൃഷ്ണഭക്തന്മാർക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണശാന്തി ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഭൗതിക അഭിലാഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഭൗതിക അഭിലാഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്താണ് ഈ ശാന്തി എന്ന് പറയുന്ന സംഭവം നമ്മളെ പിടിച്ച് ഉലയ്ക്കുന്നത് അല്ലെ? ശാന്തി എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പൂർണ്ണശാന്തി ഇവർക്ക് കിട്ടാനുള്ള കാര്യം ഭൗതിക അഭിലാഷങ്ങൾ കൃഷ്ണഭക്തന്മാർക്ക് അധികമൊന്നും ഇല്ല. വലിയ ബംഗ്ലാവ് കിട്ടണമെന്നോ അങ്ങനെ എന്താണ് പറയുന്നത്,
അങ്ങനെ കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഭൗതികമായിട്ടുള്ള ഇല്ല, ആത്മീയതയിൽ ആഗ്രഹം കാണും. ആത്മീയതയിലുള്ള ആഗ്രഹമൊക്കെ തന്നെ ഭഗവാനെ എന്നെ വേണ്ടിയിട്ട് എന്താണ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താനും സർവോപരി എന്താണ് നമ്മളെ മുക്തിയിലേക്ക് നയിക്കത്തേ ഉള്ളൂ. ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും കൃഷ്ണനിലേക്ക് അടുപ്പിക്കത്തേ ഉള്ളൂ. പക്ഷെ ഭൗതികമായ അഭിലാഷങ്ങളൊക്കെ തന്നെ കൃഷ്ണനിൽ നിന്ന് അകറ്റും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതിക അഭിലാഷങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പൂർണ്ണശാന്തി ലഭിക്കുന്നത് ഒരു കൃഷ്ണഭക്തന്. 25-ാമത്തേത് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ ഈ പറയുന്ന 2-ാമത്തെ അധ്യായത്തിന്റെ സമ്മറി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇതിനെ ഭഗവത്ഗീതയുടെ തന്നെ മൊത്തത്തിലുള്ള ഭഗവത്ഗീതയുടെ സമ്മറി ആയിട്ട് 2-ാമത്തെ അധ്യായത്തെ കണ്ടു. കാര്യം 2-ാമത്തെ അധ്യായത്തിൽ എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം 2-ാമത്തെ അധ്യായത്തെ സമ്മറി ആയിട്ട് കണ്ടത്? 2-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് ജ്ഞാനയോഗവും കർമ്മയോഗവും വിശദമായിട്ട് പ്രതിപാദിച്ചത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഉത്തരം 2-ാമത്തെ അധ്യായത്തില് ജ്ഞാനയോഗത്തെ പറ്റിയും കർമ്മയോഗത്തെ പറ്റിയും വിശദമായിട്ട് പ്രതിപാദിച്ചത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഇനി സൂര്യമാതാജിയുടെ സൗണ്ട് ശരിയാണ്. മാതാജി ഏത് ചോദ്യമായിരുന്നു മാതാജിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ചോദിച്ചോളൂ. വീഡിയോ ഓൺ ആക്കണ്ട, ചിലപ്പോൾ ഈ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം എന്താണ് പറയുന്നത് വീണ്ടും ബ്ലറാകും. മാതാജി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ആ, പ്രഭു 13-ാമത്തെ ചോദ്യം. 13-ാമത്തെ ചോദ്യം, ക്രോധത്തിന്റെ ബൈ പ്രോഡക്ട്സ് എന്തെല്ലാം? എന്തായിരുന്നു? സമ്മോഹം, ഓർമ്മപ്പിഴ, ബുദ്ധിനാശ, സർവനാശം. മാതാജിയുടെ ഉത്തരം എന്തായിരുന്നു? സമ്മോഹം, ബുദ്ധിനാശം. 2 എഴുതിയുള്ളൂ. 2 എഴുതിയുള്ളൂ. ആ, അതിൽ നിന്നാണ് ഈ ബുദ്ധിനാശത്തിൽ നിന്നാണ് മറ്റു 2 കാര്യങ്ങളും വരുന്നത് അല്ലേ? പാർഷ്യലി ശരിയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ, ഇനി നമുക്ക് ഉത്തരങ്ങളെല്ലാം ഒന്ന് കൂട്ടി നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. 25-ൽ 25 ശരിയായ ആരെങ്കിലും ഉണ്ടോ? അല്ല, കൂട്ടിക്കോ, അതിനുള്ള സമയം തരാം. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി 18. ഹരിബോൾ 18. ഓപ്ഷൻസ് ഇല്ലാത്ത കാരണം മാതാജിക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കേണ്ടി വന്നല്ലേ? ആ, അല്ല, എല്ലാത്തിലും ഇന്ദ്രിയ നിയന്ത്രണം എഴുതി. ഇന്ദ്രിയ നിയന്ത്രണം ആ എല്ലാത്തിലും പാർഷ്യലി പറ്റത്തില്ല. എഴുതിയല്ലേ? ആ, പാർഷ്യലിയാ. പാർഷ്യലി അതെല്ലാം എഴുതി. ഞാൻ ആ, തെറ്റിട്ടു. ഹരേ കൃഷ്ണ. ഉം. ഞാൻ അഭിയ മാതാജി 16. 16. ഹരിബോൾ. അത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം എനിക്ക് ഓർമ്മ ടഫായിട്ട് കിട്ടി. തോന്നിയോ? ടഫ് ഹരേ കൃഷ്ണ. ഓർമ്മ കിട്ടി. ടഫല്ല പഠിച്ചത്, പക്ഷെ ഓർമ്മ കിട്ടി. സൂര്യ മാതാജി പ്രഭു ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. 12. ഹരിബോൾ. ഒന്നും പഠിക്കാതെ 12 കിട്ടിയല്ലോ മാതാജിക്ക്. ഹരേ കൃഷ്ണ. മാതാജി പോലെ എന്താണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഈ 72 ശ്ലോകങ്ങളിൽ മാതാജി ആ ലാസ്റ്റ് ക്ലാസ്സിൽ മാത്രമല്ലേ വന്നുള്ളൂ. അടുത്ത ദിവസം പ്രശ്നോത്തരി ആണെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ മാതാജി എത്തിയുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ട് വേറെ പല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഹരിബോൾ. അടുത്തത് സുജന മാതാജി. മാതാജിയെ കാണുന്നില്ല. പത്മ മാതാജി. ഹരേ കൃഷ്ണ 17. 17. ഹരിബോൾ. എനിക്ക് 13 ആ, പ്രഭുജി. സുജന മാതാജിക്ക് 13. ഹരിബോൾ. 13. ഞാൻ പഠിച്ചിട്ടൊന്നും വന്നതല്ല, ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലാക്കിയായിരുന്നു. ആ, അതെയോ? ആഹാ, ഹരേ കൃഷ്ണ. അടുത്തത് വിലാസിനി മാതാജി. 11. ഹരേ കൃഷ്ണ. 11. ഹരേ കൃഷ്ണ. മാതാജി നോക്കിയിട്ടില്ലായിരുന്നോ? നോക്കിയിട്ടില്ലായിരുന്നു. എനിക്കൊരു ഓർമ്മയും വരുന്നില്ല. വെള്ളിയാഴ്ച ക്ലാസ് പോലും ഓർക്കുന്നില്ല ഞാൻ. വെള്ളിയാഴ്ച പോലും
ക്ലാസ് കയറാനേ വെള്ളിയാഴ്ച ക്ലാസ് ആണെന്നുള്ള കാര്യം ഓർക്കുന്നില്ല. അതാണ് ഇന്ന് 6:30 7 മണി അതെല്ലേ. ഉം. ഉം. ഞാൻ ലൈലയോട് പറഞ്ഞിരുന്നതാണ്. ലൈലയും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ലൈലയോട് പറഞ്ഞ് ക്ലാസ്സിൽ കയറാൻ എന്നെ വിളിക്കണേ. കേറിയിട്ടുണ്ട്. എന്ന് ലൈല മാതാജി കേറിയിട്ടുണ്ട്. കേറിയിട്ടുണ്ടോ? ആ ആ എന്നെ വിളിച്ചില്ല. എല്ലാ വെള്ളിയാഴ്ചയും വിളിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മിപ്പിക്കാൻ. മാതാജിക്ക് എന്ത് പറ്റി ഇത്രയൊക്കെ ഓർമ്മപ്പിശക് വരാനുണ്ട്? ഓർമ്മപ്പിശക് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നതേ ഇല്ല. ഞാൻ വേറെ നാരായണിയോടുത്ത് നോക്കിക്കൊണ്ടിരുന്നു ഈ സമയത്ത്. പിന്നെ എന്തോ ഒരു പെട്ടെന്നൊരു ഓർമ്മ വന്നാണ് 7 മണിയായപ്പം കേറി. ഹരേ കൃഷ്ണ. ഓക്കെ, ലൈല മാതാജി. 7 മാർക്ക് 7. ഹരേ കൃഷ്ണ. മാതാജി 7 പറഞ്ഞു. മാർക്ക് 7 മാർക്ക്. ഹരേ കൃഷ്ണ. ഓക്കെ, മാതാജി പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ. താങ്ക്സ് എന്തായാലും എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുത്തതിലും. അതുപോലെ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അത്രയും നേരം ഈ പ്രശ്നോത്തരി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നവരാരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമയം കിട്ടുക എന്നൊക്കെ പറഞ്ഞു വേറെ പല ക്ലാസ്സുകളിലും ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയി പഴയത് നമ്മൾ എന്താണെന്ന് നമ്മൾ ഓർമ്മയെ നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റിവിഷൻ എടുക്കുന്ന സമയത്തെങ്കിലും നമ്മൾ ആ ശ്ലോകങ്ങൾ ചിലരൊക്കെ ഒന്നും മറിച്ച് വായിച്ചു നോക്കും. അപ്പോൾ ആ ഭാവാർത്ഥത്തിൽ കൂടെ പോകുമ്പോഴത്തേനും ശ്രീലപ്രഭാതന്റെ കാരുണ്യം കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം. അദ്ദേഹം എഴുതിയ ഭാവാർത്ഥത്തിൽ കൂടെ പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഡീപ്പാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും ഉത്തരം എഴുതുമ്പോൾ അറിയാം അല്ലേ? എത്രമാത്രം ഡെൻസ് ആണ്, തിക്കാണ് അത് ഓരോ ആൻസറും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തത്വങ്ങളും എന്നൊക്കെ മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സർവോപരി അതുവഴി നമ്മൾ ഭഗവാനെ പ്ലീസ് ചെയ്യുവാണ്. നമ്മൾ അത്രയും നേരം ഭഗവാന്റെ ശ്രീലപ്രഭുപാദരുടെ വാണിയിൽ കൂടെ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളിലാണ് വിശകലനം അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സർവോപരി കൃഷ്ണപ്രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് ഇന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്ഥിതപ്രജ്ഞൻ ആരാണ്, എങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ബൈ പ്രോഡക്ട്സുകളെ പറ്റി പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്, അതിനുപരി നമ്മൾ കർമ്മം ചെയ്യേണ്ടത്, കർമ്മയോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ കർമ്മം ചെയ്യേണ്ടതെന്നാണ്. ഒരു ഫലകാംക്ഷ ഇല്ലാതെ കർമ്മം ചെയ്യണമെന്ന് ഉള്ള കർമ്മണ്യവാധികാരസ്യ മാഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം. പിന്നെ വാസാംസി ജീർണാനി, ആത്മാവിൻ്റെ സ്വഭാവങ്ങൾ, ആത്മാവും ശരീരം തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ ആത്മാവിനെ തീ കൊണ്ടോ അതുപോലെ ആയുധങ്ങൾ കൊണ്ടോ മുറിക്കാനൊന്നും സാധിക്കത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ആത്മാവെന്ന് പറയുന്ന സംഭവത്തെ പറ്റി നമ്മൾക്ക് ഈ ഭൗതികമായിട്ടുള്ള ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലാണ് ആത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ ആത്മാവിൻ്റെ ആ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം പഠിച്ചു. പിന്നെ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്നുള്ള കാര്യം ഇതിൽ കൂടെ പഠിച്ചു. പിന്നെ ഈ എന്താണ് ഒരു ദേഹി ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിൽ കയറുന്നു എന്നുള്ള വാസാംസി ജീർണാനി അല്ലേ? പഴകിയ ഉടുപ്പുകൾ മാറി പുതിയ ഉടുപ്പുകൾ ധരിക്കുന്ന പോലെ തന്നെ എന്താണ് ഒരു ദേഹി ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു. അത് വളരെ സയന്റിഫിക് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാം. വേറൊരു സ്ഥലത്തും ഇല്ല അതിനൊരു തെളിവും. ഭഗവത്ഗീതയിലാണ് അതിൻ്റെ തെളിവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് മറ്റൊരു ജന്മങ്ങളുണ്ട്, മറ്റു ശരീരങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു തെളിവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഭഗവത്ഗീതയിലെ 5 കാര്യങ്ങളിലെ എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ ഭഗവത്ഗീതയിലെ? ജ്ഞാനാംബിക മാതാജി. ജീവാത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കാലം, കർമ്മം. കാലം, കർമ്മം അല്ലേ? ഹരിപോൽ. അപ്പം അതിലെ നമ്മൾ ആത്മാവ് അല്ലെ, ജീവ ആരാണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി അല്ലെ? ജീവാത്മാവ് അല്ലെ? ജീവാത്മാവ് ആരാണ്? ഭഗവാന്റെ അംശമാണ്. അതുപോലെ ആത്മാവും
ശരീരം തമ്മിലുള്ള ബന്ധം. ശരീരത്തിനെ മുറിവേക്കുള്ളൂ, ശരീരത്തിനെ ഉള്ളൂ, പക്ഷെ ആത്മാവിനെ ഒരിക്കലും മുറിക്കാനോ അതുപോലെ അഗ്നിയിലിട്ട് ദഹിപ്പിക്കാനോ അങ്ങനെ ഒന്നും സാധ്യമല്ല. ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള കുറെ കാര്യങ്ങൾ. ജീവ, അതുപോലെ തന്നെ ഈശ്വര, പിന്നെ അത് കാല, കർമ്മ, പിന്നെ എന്തായിരുന്നു ഒന്നുകൂടെ ഉള്ള പ്രകൃതി. പ്രകൃതി. ഉം. അപ്പൊ പ്രകൃതി ആരാണ് എന്നൊക്കെ, ഏതൊക്കെ പ്രകൃതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ഇനി 13ാമത്തെ അധ്യായത്തിലേക്ക് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെ കാല എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, ഞാൻ ശകല സമയം കൂടെ ഉള്ള കാരണം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇനി ശകല സമയം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഭാഗവതം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ചർച്ച ചെയ്ത ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പം അവിടെ ഇന്ന് കാലത്തെ പറ്റിയായിരുന്നു പറഞ്ഞത് അല്ലെ. കാലം എന്ന് പറഞ്ഞാൽ ടൈം അല്ലെ. കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നമ്മളൊരു ക്ലോക്ക് അല്ലെങ്കിൽ ഘടികാരം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ കീ പിടിച്ച് തിരിക്കാതെ അതിന്റെ ടൈം നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ബാറ്ററി വീക്കാണ് അല്ലേ. പണ്ടൊക്കെ കീ കൊടുത്തു വെക്കുമായിരുന്നു, ഇപ്പൊ അത് ബാറ്ററിയിലാണ്, ഇലക്ട്രോണിക്സ് ആണ്. ആർക്കെങ്കിലും ആ സമയത്തെ നിയന്ത്രിക്കാണ്ട് പറ്റില്ല? ഇല്ല. പിന്നെ സൂര്യൻ, അതുപോലെ തന്നെ ചന്ദ്രൻ, അതുപോലെ തന്നെ 4 കാലങ്ങൾ ഏതൊക്കെയാണ്? വസന്തം, ഗ്രീഷ്മം, ശിശിരം, ഹേമന്തം എന്നൊക്കെ പറഞ്ഞ് ഈ 4 കാലങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും, അല്ലെ എത്ര സയന്റിസ്റ്റുകൾക്ക് സാധിക്കുമോ? ഇല്ല. ആർക്കും ഒന്നും സാധിക്കത്തില്ല പ്രഭു. ഈ പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് ഒന്നും സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഭഗവാനില്ല. ഈ ഒരു വസന്തകാലം പോയി, അടുത്ത വസന്തകാലം ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന അല്ലാതെ ഈ പോയ വസന്തകാലം ആ ടൈം നമുക്ക് തിരിച്ചു കിട്ടുമോ? പോയ ടൈം ഒന്നുമില്ല. ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഇന്ന് പോയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ചാൽ ഒരിക്കലും കിട്ടില്ല. നമുക്ക് തിരിച്ച് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയം തിരിച്ചു കിട്ടത്തില്ല. സമയത്തെ നിയന്ത്രിക്കാണ്ട് നമുക്ക് ആർക്കെങ്കിലും സാധ്യമാണോ? ആർക്കാണ് സാധ്യമാകുന്നത് സമയത്തെ നിയന്ത്രിക്കാണ്ട്? ബ്രഹ്മദേവന് സാധിക്കുമോ? ആർക്കും പറ്റില്ല. യമദേവന് സാധിക്കുമോ? യമദേവന് ഇല്ല. എന്ത് സാധിക്കും? വേണമെങ്കിൽ ശിക്ഷ, വേണമെങ്കിൽ നമുക്കുണ്ടാകുന്ന എവിടെ വെച്ചിട്ട് യമ ലോകത്ത് വെച്ചിട്ട് ഉണ്ടാകുന്ന ശിക്ഷയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഇളവ് തരാനായിട്ട് പറ്റും അല്ലേ. നമ്മളുടെ ജീവൻ എടുക്കേണ്ട സമയം യമദേവന് കാണാനായിട്ട് ഓക്കെ, ഇത് ഇന്ന ഒരു 2 ദിവസം കഴിഞ്ഞ്, ഞാനിപ്പോൾ തിരക്കിലാണ്, കുറെ പേര് അവിടെ പ്ലെയിൻ അപകടത്തിൽ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത ദിവസം വന്ന് ജീവൻ എടുത്തോളാം എന്ന് പറഞ്ഞ ഒരാളുടെ ലൈഫ് ടൈം ഇത്രേ ആയുസുള്ളൂ. അതിനെ യമദേവന് സാധിക്കുമോ ഒരു നീട്ടി വെക്കാനായിട്ട്? അവരുടെ ടൈം. അപ്പൊ കാലം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ കാലസ്വരൂപനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ കാലത്തെ ഒരിക്കലും ഒരു ദൈവിക ശക്തിക്കും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തില്ല. ഭഗവാൻ എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കാലത്തില് യാതൊരു നെഗോഷിയേഷനും ഇല്ല. ടൈം അല്ലേ, ഒരിക്കലും ഒരാൾക്കും നിയന്ത്രിക്കാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ നമ്മൾ പറയും കാലം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അല്ലെ. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളില്ല അല്ലേ. കാലത്തിന് എന്തൊക്കെ മുറിവുകൾ മാറ്റാണ്ട് സാധിക്കും. നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്തു, നമ്മൾ ഇതുവല്ലോ അറിഞ്ഞോ? നമ്മൾ അടുത്ത ജന്മം എടുത്തപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നുപോയി അല്ലേ. കാലം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പം ഞാൻ അമ്മയെ മാതാജിക്ക് എന്താണ് മാതാജിയുടെ പ്രഭുവിന്റെ വിരഹം അല്ലേ, അത് ആ വിരഹം കാലം മായ്ച്ചു തന്നു അല്ലേ. ഇടയ്ക്ക് ഓർക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നുമെങ്കിലും കാലം അത് മായ്ച്ചു കളഞ്ഞു. നമ്മളെപ്പോഴും അത് വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ല അല്ലേ. അപ്പൊ കാലം ഓരോരോ മുറിവുകൾ നമ്മളെ മായ്ച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാലത്തിന് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷെ ആ ടൈമിനല്ലേ. അപ്പൊ ടൈം എത്രമാത്രം പ്രഷ്യസ് ആണ്. ഭഗവാൻ അതുപോലെ തന്നെ. ഭഗവാൻ എന്താണ്? ഞാനാണ് കാലം, ഞാൻ തന്നെയാണ് കാലം. അപ്പൊ ഈ കാലത്തിന്റെ നിയന്ത്രണത്തിന് ഒരിക്കലും ഒരു ശക്തിക്ക്, ഒരു ദൈവിക ശക്തിക്ക്, 33 കോടി ദേവന്മാർക്കോ ഒന്നിനോ സാധ്യമല്ല. പക്ഷെ ഈ കാലത്തെ ഒരുപാട് മായ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ മായ പിന്നെ കുറച്ചുകൂടെ ഇളവ് നമുക്ക് തരും. മായക്ക് ഇളവ് തരാനായിട്ടുള്ള അധികാരം, പക്ഷെ ടൈമിലേക്ക് അല്ലെങ്കിൽ കാലത്തിലേക്ക് മായ കൈ കടത്തത്തില്ല. മായയെ പോലും അതിനെ അനുവദിക്കത്തില്ല. ദുർഗാദേവി ഒരുപാട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ. ദുർഗാദേവി ശരിക്കും ഒരു QC ഇൻസ്പെക്ടറാണ്, ഒരു ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറാണ് അല്ലേ. നമ്മളെ ഈ പറയുന്ന ദുരിതങ്ങളും എല്ലാം തന്നിട്ട് നമ്മളെ പൂർണ്ണ ശുദ്ധമാക്കി ഭഗവാന്റെ അടുത്തേക്ക് വിടുന്ന ആളാണ് ദുർഗാദേവി. ഭഗവാന്റെ പരമ സേവികയാണ്
ദുർഗാദേവി. ആ മായ നമ്മളെ പല പരീക്ഷണങ്ങളും തന്നെങ്കിലും മായ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ട് പോട്ടെന്ന് വെച്ചിട്ട് ഇളവുകളും തരും. പക്ഷെ കാലം എന്തെങ്കിലും ഇളവുകൾ തരുമോ? ഇല്ല. കാലം യാതൊരു ഇളവുകളും തരില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം. അതായത് ഒരാൾക്ക് എന്താണ് തൂക്കിക്കൊല്ലാനായിട്ട് ഒരു വിധി തന്നു, ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടല്ലേ. മായ അല്ല, മായയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അതിനൊരു ഇളവ് കൊടുക്കണം തോന്നും. പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സുപ്രീം കോടതിയിലും രാഷ്ട്രപതിയുടെ ഒക്കെ നിവേദനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷെ ആ കാലം അത് തീരുമാനിച്ചിരിക്കുന്നതാണെങ്കിൽ അതിൽ നിന്നും ഒരു വ്യതിയാനം ഉണ്ടാകില്ല. അപ്പം ആ, ഞാനപ്പോൾ ഒന്ന് രണ്ട് കാര്യം ഈ കാലത്തെ നിയന്ത്രിച്ച കാര്യവും അതുപോലെ തന്നെ ഈ കാലവും കർമ്മഫലവുമായിട്ടുള്ള ഒരു രണ്ട് ഇൻസിഡൻസ് പറയാം. അപ്പോൾ ഈ കർമ്മഫലം ഈ കാലത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. അത് നമ്മൾ റീസെന്റ് നമ്മൾ കണ്ടു. കർമ്മഫലവും ഈ കാലവുമായിട്ടുള്ള ബന്ധം നമ്മളിപ്പോൾ ഈ റീസെന്റ് അഹമ്മദാബാദിൽ നടന്ന ഒരു ഫ്ലൈറ്റ് അപകടം കണ്ടു അല്ലേ? നിങ്ങളെല്ലാവരും ടി വിയിലൊക്കെ കണ്ടല്ലേ? അത്ര 250 പേരോളം എന്താണ് കത്തിച്ചാമ്പലായിട്ട് അവിടെ അവരുടെ ജീവിതം പോയി. അപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിൽ മെസ് ഹാളിൽ ഇരുന്ന കുറച്ച് പേരുടെയും ജീവിതം പോയി. അവരും ഇതൊന്നും അറിഞ്ഞില്ല, ഫ്ലൈറ്റ് കയറിയതോ ടിക്കറ്റ് എടുത്തോ ഒന്നുമല്ല, അവരുടെയും ജീവിതം പോയി. അപ്പോൾ ഒരു വളരെ ആധികാരികമായിട്ട് ഒരു ഈ ഫ്രോഡ് ജ്യോത്സ്യന്മാരെയാണ് നമ്മൾ ഒരുപാട് കാണുന്നത്. ഒരു വളരെ ആധികാരികമായിട്ട് സയന്റിഫിക്കലായിട്ട് ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ലോ ഓഫ് കർമ്മ എന്നാണ് അതിന്റെ ആ പോസ്റ്റിന്റെ പേര്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഉണ്ടില്ല. ലോ ഓഫ് കർമ്മ, അതായത് ലോ ഓഫ് കർമ്മ എന്താണ്? ഏതൊരു കർമ്മത്തിനും അതിന്റെ കർമ്മഫലം ഉണ്ടാവും അല്ലേ? എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം ഇവരുടെ എല്ലാം ഈ മരിച്ചുപോയ 250 പേരിൽ ഏകദേശം ഒരു കിട്ടിയവരുടെ എല്ലാം ഗ്രഹനില ഇദ്ദേഹം സംഘടിപ്പിച്ചു. ഈ മരിച്ചുപോയ ആൾക്കാരുടെ എല്ലാം ഇൻക്ലൂഡിങ് മെസ് ഹാളിൽ ഇരിക്കുന്ന ഒരാളും മാത്രം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആളുടെയും ഗ്രഹനില ഇദ്ദേഹം സംഘടിപ്പിച്ചു. എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാം പാസ്റ്റ് കർമ്മയാണ് ഇവരെ ഈ ഇതിലേക്ക് എത്തിച്ചത്. എന്താണ് ആ പാസ്റ്റ് കർമ്മ എന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങളാരും കാണാത്തവരായ കാരണം അത് അറിയില്ലായിരിക്കും അല്ലേ? അപ്പൊ ഇവരുടെ എല്ലാം പാസ്റ്റ് കർമ്മ ഇത്രയും പേര് ആരെങ്കിലും തീയിലിട്ട് കൊന്നു കാണും അവരെ. അത് തന്നെ. അപ്പൊ ആ പാസ്റ്റ് കർമ്മ എന്തായിരുന്നു പറഞ്ഞാൽ അതിലൊരു മുഖ്യമന്ത്രി, പഴയ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഗുജറാത്തിലെ. ആ മുഖ്യമന്ത്രി പാസ്റ്റ് കർമ്മയില് ഒരു വനത്തിന്, പാസ്റ്റ് ലൈഫിൽ ഒരു വനത്തിന് തീയിടാൻ ആജ്ഞാപിച്ചു. വനത്തിന് തീയിടാനായിട്ട്, ആ വനത്തിന് തീയിടാനായിട്ട് ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ സഹകരിച്ച ആൾക്കാരൊക്കെ പല ജന്മങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുമിച്ച് ഈ ഫ്ലൈറ്റിലും മെസ് ഹാളിലുമായിട്ട് എത്തിയ സമയത്താണ് ഈ ഫ്ലൈറ്റിന് അപകടം സംഭവിച്ചത്. അന്ന് തീയിട്ട്, നമ്മൾ തീയിടുക എന്ന് പറഞ്ഞാൽ വനത്തിന് തീയിടാൻ അത്ര എളുപ്പമായിട്ട് നമ്മൾ കണ്ടല്ലേ? എത്ര സസ്യജാലങ്ങൾ, എത്ര ചെറിയ ജീവികൾ തൊട്ട് എത്ര ജീവജാലങ്ങളാണ് വെന്തരിഞ്ഞ് അതിനകത്ത് മരിച്ചു പോകുന്നത് അല്ലേ? എത്ര വലിയ കൊടും പാപമാണ്. ആരെങ്കിലും ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഒരു കൊള്ളി പോലും കൂടെ വനത്തിലേക്കൊക്കെ വലിച്ചെറിഞ്ഞ്. അതിനകത്തുള്ള ആത്മാവും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവും ഒരുപോലല്ലേ? അത്രയല്ലേ ഉള്ളൂ, ഒരുപോലെയാണ്. എല്ലാം ഒന്നല്ലേ? അപ്പൊ അത് മരിച്ചപ്പം ഒരു അതാണ് പറ്റിയത്. അപ്പൊ ആ തീയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സസ്യജാലങ്ങൾ, അതെല്ലാം ആത്മാക്കളാണ്. അതുപോലെ തന്നെ അതിലൊക്കെ ജീവിച്ച എത്രയോ പക്ഷികള്, എത്രയോ ചെറുപ്രാണികൾ, എല്ലാം കൂടെ കൂടി എന്താണ് വെന്തെരിഞ്ഞ് ചാകുകയാണ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് അവരെല്ലാരും കൂടെ കൂടി ഒരുമിച്ച് ഒരു സമയത്ത്, ഇൻക്ലൂഡിങ് മെസ് ഹാളിൽ, ആ രക്ഷപ്പെട്ട ആള് ഈ പറഞ്ഞ ഈ മുഖ്യമന്ത്രി അന്നും ഇതുപോലെ ഒരു നേതാവായിരുന്നു, രാജാവ് പോലത്തെ എന്തോ ആളായിരുന്നു. ആ രക്ഷപ്പെട്ട ആൾ എന്നാന്നറിയോ? എനിക്ക് ഈ പാപത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയ ആളാണ് രക്ഷപ്പെട്ടത്. മനസ്സിലായില്ല? അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് ഫ്ലൈറ്റ് മിസ്സായി പോയത്. ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്കാണ് അന്ന് ഫ്ലൈറ്റ് മിസ്സായി പോയത്. അവർ ആ സമയത്ത് വളരെയധികം ദുഃഖിച്ചുവെങ്കിലും അവർക്ക് മനസ്സിലായി അവർ ഇതിൽ പങ്കെടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവരെ ഈ കർമ്മഫലത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? കാലം റിമൂവ് ചെയ്തു. ബാക്കിയുള്ളവരെ എല്ലാവരെയും 250 പേര് 200 പേര് ഫ്ലൈറ്റിലുള്ളവരെയും 10-20 പേര് മെസ് ഹാളിലുള്ളവരെ ഒരുമിച്ച് ഒരു സ്ഥലത്തിൽ വന്നപ്പം ഈ ഫ്ലൈറ്റ് അപകടമായി. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ആ ഒരു തകരാറോ അതോ ഒന്നുമല്ല, കർമ്മഫലമാണ്, ലോ ഓഫ് കർമ്മ വന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വരുന്നത് ഓരോന്നും പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഇതിന്റെ റിപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും അത് കരുതിയിരിക്കണം. ലോ ഓഫ് കർമ്മ എങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത്. ചിലർക്ക് അസുഖമായിട്ട്, ചിലർക്ക്
വാദം, കഫം, പിത്തം എന്നിന്റെയൊക്കെ രൂപത്തിൽ നമ്മളുടെ അല്ല കൂടെ തന്നെ ഉണ്ട്. പ്രഭു അത് പറയുന്നു ഈ കൃഷ്ണാവബോധത്തിൽ അല്ലെങ്കിൽ ഭഗവാനെ വിളിച്ചാല് ആ മുജ്ജമ കർമ്മങ്ങളൊക്കെ കുറയുമെന്നാണല്ലോ പറയുന്നത്. ഈശ്വരനെ വിളിച്ചാൽ ആ കർമ്മഫലം തേഞ്ഞു മാഞ്ഞു പോകും എന്നാണല്ലോ പറയുന്നത്. ആ മാതാജിയുടെ ചോദ്യം നല്ല ഒരു ചോദ്യമാണ്. കൃഷ്ണാവബോധത്തിൽ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ പരമഭക്തനായി കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാൻ എന്താണ്, അത് കണ്ടില്ല എന്ന് നടിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ കാലസ്വരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഉം. പോകുന്ന സ്ഥലം ഭഗവാൻ തീരുമാനിക്കും, ഡെസ്റ്റിനി അതാണെന്ന്. ഭൗതിക ലോകത്തിൽ അതുപോലെ നമ്മൾ തന്നെ ഇത് അതുപോലെ തന്നെ ആ, ഉം, ആ, പ്രഭു ഗംഗയിൽ കുളിച്ചാൽ പാപം എല്ലാം തീരുമെന്ന് പറഞ്ഞ് മുക്തരാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പാപം പോയിട്ടുണ്ടോ? നമ്മൾ ഗംഗയിൽ കുളിച്ച് വന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതുവരെയുള്ള ഒരുപാട് പാപങ്ങൾ ഗംഗയിൽ കുളിച്ച കാര്യം, ഭഗവാൻ ആ, ജലരൂപത്തിൽ വന്നാണ് ഗംഗാ നദിയായിട്ടല്ലേ. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെങ്കിലോ കർമ്മഫലം മറ്റുള്ളതിനേക്കാളും മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഗംഗയിൽ കുളിച്ച് നമ്മൾ പാപമുക്തനായിട്ട് നമ്മൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ചിക്കനും അടിച്ച് എൻ്റെ പാപം എല്ലാം തീർന്നു, ഗംഗയിൽ ഞാൻ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ മോശകർമ്മം ചെയ്യണം. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കിട്ടുന്ന പാപം. അപ്പോൾ ഭഗവാനെ ഈ ഗംഗയിൽ കുളിച്ച് ഭഗവാനെ നമ്മൾ സേവ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനി എവിടാണെന്ന് ഭഗവാൻ തീരുമാനിക്കും. നമ്മൾ ഈ ഭൗതികമായ ശരീരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലല്ല ഈ കർമ്മഫലങ്ങളെ നമ്മൾ കണക്കാക്കണം. നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മളുടെ ആത്മാവ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അടുത്തൊരു ശരീരം കിട്ടാതിരിക്കാനല്ല നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ല, ഈ ശരീരത്തിനുണ്ടാകുന്ന ഈ അവസ്ഥകളെല്ലാം തന്നെ ഇതെല്ലാം ഇവിടെ വച്ചിട്ട് തീർന്ന് ഈ കർമ്മഫലങ്ങളെയൊക്കെ ഒടുക്കിയിട്ട് പോകണം. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. മനസ്സിലായില്ല മാതാജിക്ക്? ഞാൻ അഭിയ മാതാജിയുടെ ചോദ്യത്തിന് ഉത്തരമായി കാണുമല്ലോ അല്ലേ? നമ്മൾ ഈ ശരീരത്തിനുണ്ടാകുന്ന ഈ അവസ്ഥകള് മനസ്സിലായി. കർമ്മഫലങ്ങളെല്ലാം തീരണമെങ്കിൽ കർമ്മം നല്ല പോലെ കർമ്മം ചെയ്ത് നല്ല കർമ്മം ചെയ്ത് പോകണം അല്ലേ? അതെ കർമ്മഫലം അനുഭവിച്ച് തീരണമെന്നാണ് പറയുന്നില്ലേ? അതെ 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 കർമ്മഫലം നമ്മൾ ഈ അനുഭവിച്ച് കർമ്മഫലങ്ങൾ അനുഭവിച്ച് തന്നെ തീർന്നില്ലെങ്കിൽ വീണ്ടും ഇതിനു വേണ്ടിയിട്ട് തീരണം. ബാക്കി സഞ്ചിത കർമ്മം ഇല്ലേ, സഞ്ചിയിലിട്ടുകൊണ്ട് പല ജന്മങ്ങളിലുള്ള കർമ്മഫലങ്ങൾ ഭഗവാന്റെ മെർസി അല്ല ആയിട്ട് അതിനല്ലേ പറയുന്നത് ഒരാള് കൊന്നാല് ഉടനെ തന്നെ അയാളെ തൂക്കിക്കൊല്ലുന്നത് അടുത്ത ജന്മം അത് അനുഭവിക്കാതിരിക്കാൻ. ഈ ജന്മം അതുകൊണ്ടാണ് തന്നെ ആ തൂക്കിക്കൊല്ല് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് തൂക്കിക്കൊല്ലുന്നത് സമാനമായ ഒരു ശിക്ഷ അനുഭവിക്കണ്ട കിട്ടില്ല. അതിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്ന് ഒരു പറയുന്നു. ലെക്ചറിൽ എന്ന് കേട്ടിട്ടുണ്ട്. പറയുന്നു. അപ്പം എന്ന് പറയുന്നു. നമ്മളുടെ ഈ നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു മാർക്ക് ഇടാം കർമ്മഫലത്തിന്റെ. നമ്മളൊരു 90% കർമ്മഫലമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് പോയിട്ട് യമകിങ്കരന്മാരെ പോകുന്ന വഴിക്ക് എന്താണ്, ഈ ഒരു വർഷക്കാലം, നമ്മളിവിടുത്തെ ഒരു വർഷക്കാലമാണ് യാത്ര. പക്ഷെ ആത്മാവിന് അതൊരു ദിവസമാണ്. മാതാജി നെഞ്ചത്ത് കൈ വെക്കുന്നു. അപ്പൊ ഈ പോകുന്ന വഴിക്ക് യമകിങ്കരന്മാരെ എന്ത് ചെയ്യും? ഒരുപാട് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ യമകിങ്കരന്മാരെ സോപ്പിടാൻ വേണ്ടിയിട്ട് യമകിങ്കരനായ ആയിമാന്റെ വാഹനം ഏതാണ്? കാക്ക അല്ലേ. നമ്മൾ കാക്കയ്ക്ക് എന്ത് ചെയ്യുന്നു? പിണ്ടം വെക്കുന്നു അല്ലെ, പിണ്ടദാനം വെച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കുന്നു അല്ലേ. അപ്പൊ കുറച്ച് ശിക്ഷ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ആത്മാവിനെ കെട്ടിവരിഞ്ഞ് കൊണ്ടുപോവാണല്ലോ. അപ്പൊ കെട്ടിവരിഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേന് എന്താ, പച്ചവെള്ളം കൊടുക്കാതെയാണ് കൊണ്ടുവന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒന്ന് ഏഹ്, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിണ്ടദാനമൊക്കെ സമർപ്പിക്കുന്നത്. അതിന് സപിണ്ടി എന്ന് പറയും അല്ലേ, പിണ്ടദാനം കൊടുക്കുക അല്ലേ. അങ്ങനെ ഇതെല്ലാം ചെയ്ത് യമലോകത്തിരുത്തി ചിത്രഗുപ്തൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഇരുന്നിട്ട് നമ്മളുടെ ഈ ഹാർഡ് ഡിസ്ക് എല്ലാം കൂടെ അങ്ങോട്ട് തുറന്നിട്ട് അവിടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൽ, നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ അല്ല, എൻ്റെ മുൻപിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ അല്ല, അവിടെ അതിനെല്ലാം റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് ബുക്ക് എടുത്ത് നോക്കിയിട്ട് വായിക്കും. ഇന്നയാള് ജ്ഞാനാംബിക മാതാജി ഇന്ന പ്രായത്തിൽ ഇന്നത് ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാം അവിടെ നിന്ന് വായിക്കും. അന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 28 നരകങ്ങളിലുള്ള ആ യാതനകളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഭഗവാന്റെ മെർസി കൊണ്ട് എന്ത് ചെയ്യും? അതിലെ കുറെ ഇത് പാകായതും പാകാകാത്തതും വിരിഞ്ഞതും വിടർന്നതും പഴുത്തതും ചീഞ്ഞതുമായിട്ടുള്ള ഒരുപാട് എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ അനുഭവിക്കാനായിട്ടുള്ള ത്രാണി നമ്മുടെ ശരീരത്തിനുണ്ടോ? നമ്മളുടെ ആ ആത്മാവിനില്ല, അവബോധത്തിനില്ല, പ്രജ്ഞയ്ക്കില്ല. നമ്മുടെ യാതനാ ശരീരമാണ് കൂടെ പോകുന്നത് അല്ലേ, സൂക്ഷ്മ ശരീരം. ഫിസിക്കലായിട്ടൊരു ബോഡി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് ബാക്കി വെച്ചേക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പിതൃലോകത്തിലേക്ക് തള്ളും. കുറച്ചല്ല, നല്ല ഒരു പങ്ക്. കാര്യം നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യും? കുറച്ച് ബാക്കി വെച്ചൊരു പിതൃലോകത്തേക്ക് തള്ളപ്പെടും. അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഒരു ശരീരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഓരോ വർഷം എന്ത് ചെയ്യും? പുത്രൻ. അപ്പൊ നമുക്ക് എത്ര പേർക്ക് ധാരണയുണ്ട് പുത്രൻ നമുക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യും, നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട്? മാതാജിക്ക് ഒരു ധാരണയില്ല.
അല്ല, ഈ കലിയുഗത്തിലൊന്നും നടക്കത്തില്ല പ്രഭു. നടന്നാലും ശുദ്ധവും വൃത്തിയായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വളരെ നമ്മളുടെ ആത്മാവിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. ഈ ആത്മാവിന് ഒരുപാട് ആഗ്രഹമാണ് ഇവിടെ വന്ന് ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പം എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് ആത്മാവിന് ഒരുപാട് ആഗ്രഹമാണ്. അല്ലെ, എനിക്ക് അവരുടെ കൂടെ നിൽക്കണമെന്ന് ഈ ആത്മാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ശരീരം കിട്ടിയാൽ മാത്രമേ അല്ലേ എനിക്ക് എൻജോയ്മെന്റ് സാധ്യമാകുള്ളൂ. അതുപോലെ തന്നെ ഇതേ ആൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പുത്രൻ നശിപ്പിക്കുവാണെങ്കിലോ പിതൃദോഷം അല്ലെ, എന്തുമാത്രം ദുഃഖം ഉണ്ടാവും ഈ ആത്മാവിന്. ഞാനിത് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കാരണവന്മാരുടെ വകയായിട്ടുള്ള സംഭവം കണ്ടില്ലേ പുത്രൻ നശിപ്പിക്കുന്നത്. അങ്ങനെ ഈ പിതൃദോഷം എല്ലാം കിട്ടി പിന്നെയും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ കർമ്മദോഷമായിട്ട് ബാക്കി നമ്മുടെ അടുക്ക സഞ്ചിയില് എത്രയാണ് 99% ഉണ്ടായിരുന്നതിലെ ഒരു യമലോകത്തിൽ വെച്ചിട്ടൊക്കെ ഒരു 10 30% എടുത്ത് ബാക്കി ഒരു 10 60-70% അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഞ്ചിയിലിട്ട് തന്നിരിക്കുകയാണ് ഒരു ശരീരം. ഇതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒരു ബീജസങ്കലനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ തുല്യത വരണം, ഈ പെർസെൻറ്റേജ് തുല്യമാകുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് വന്ന് ഈ ആത്മാവ് വന്ന് കയറുന്നു, ഈ പിതൃ വന്ന് കയറുന്നു. അങ്ങനെ അതിനൊരു ശരീരം ആ അമ്മയുടെ വയറ്റില് 10 മാസം ചുമന്ന് അങ്ങനെ ഒരു ശരീരം കിട്ടുന്നു. അങ്ങനെ ഈ സഞ്ചിക്കകത്ത് വീണ്ടും ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, ഈ പറയുന്ന 40% അതുകൂടാതെ നമ്മൾ ചെയ്യുന്നതും നമ്മൾ ആ ജന്മം കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുന്നതും കൂടെ ആകുമ്പോൾ വീണ്ടും സഞ്ചി നിറച്ചുകൊണ്ട് വീണ്ടും പോകുന്നു. അങ്ങനെ അവിടുന്ന് ലോകത്തിൽ നിന്ന് വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ നമ്മൾ ഇതുമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ജന്മത്തിൽ തന്നെ ഈ പറയുന്ന ഈ യാതനകളോ അതൊക്കെ ആണെങ്കിൽ തന്നെ അനുഭവിച്ച് തീർന്ന് നമുക്ക് അടുത്ത ഒരു ജന്മം ഒരിക്കലും ഉണ്ടാകരുത്, അടുത്തൊരു ശരീരം എനിക്ക് വേണ്ട എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഓരോ സമയം പോകേണ്ടത്. നമുക്കിപ്പം ഈ ജന്മത്തിൽ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുക, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുക, എല്ലായിടത്തും യാത്ര ചെയ്യുക, എൻജോയ് ചെയ്യുക. ആ, ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ആരറിയുന്നു ഈ പറയുന്ന ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരറിയുന്നു, എന്തറിയുന്നു? നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഇത് മൂലം ഉണ്ടാകുന്ന ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന സൂത്രവാക്യമൊന്നും നമ്മൾ എന്തെയും ഈ ഇന്ദ്രിയങ്ങളിൽ തൃപ്തിപ്പെടുത്താനായിട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് അസുഖങ്ങളായിട്ടും മറ്റുമായിട്ട് വന്നു ചേർന്നിട്ട് അവസാനം കാലഘട്ടത്തിൽ കിടന്ന് അനുഭവിക്കും. ആ സമയത്ത് ഈ നമുക്കിപ്പോൾ ധനമില്ലാതെ വന്നു, ഈ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ഇതാകുമ്പോൾ ഈ സുഹൃത്തുക്കളും ആരും കാണില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രം ചിലരൊക്കെ നല്ലതായിട്ട് മദ്യപിച്ച് രണ്ടെണ്ണം വിട്ട് എന്ത് ചെയ്യും, നല്ലപോലെ ഈ കടിച്ചു വലിച്ചൊക്കെ എൻജോയ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കൂടെ നടന്ന് അവിടെ ഇവിടെയും വ്യഭിചാരത്തിനൊക്കെ പോയി ഇങ്ങനെ നടക്കുക, അതാണ് ലൈഫ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർക്ക് പിന്നീട് ചേരുന്നതിന്റെ ബൈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ ഭയങ്കര യാതനകൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇവർക്ക് ശരീരത്തിൽ ആരോഗ്യവും ഇല്ലാതെ വരുമ്പോഴും അതുപോലെ ഇവരുടെ ധനം ഇല്ലാതെ വരുമ്പോഴും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ധനം ഇല്ലാതെ വരുന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ അപ്പാടെ വിട്ടുപോകും അല്ലേ. ആരോഗ്യമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് എണീറ്റ് നടന്നിട്ട് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ, അതും പറ്റാത്ത അവസ്ഥ വരുമ്പോഴോ. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ജന്മജന്മാന്തരങ്ങൾ നമ്മൾ ജനിച്ചും മരിക്കേണ്ടിയും വരും. അതുകൊണ്ട് എത്ര യാതനകളാണെങ്കിലും നമുക്ക് ഈ ഒരു ശരീരം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആ ഒരു പ്രാക്ടീസ് വളരെ നല്ല രീതിയിൽ നമ്മൾ മുൻപോട്ടെടുത്ത് ടേക്കപ്പ് ചെയ്തിട്ട് അതിനെ കൊണ്ടുപോകണം. കാര്യം അതിനിടയ്ക്ക് നമ്മൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഓരോരുത്തരും പറയുന്ന പല കാര്യങ്ങളിൽ നമ്മൾ എത്ര പേര് കൃഷ്ണബോധം വിട്ടുപോയിട്ടുണ്ടെന്നറിയാം. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നും നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലും നമ്മൾ ഈ ഈ ജീവിതത്തിൽ എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തോന്നി, വളരെ കൃത്യമാണെന്ന് തോന്നും. പക്ഷേ നമുക്ക് ഈ ശാസ്ത്രം പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഈ എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മൾ ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എൻജോയ്മെന്റ് ആണ് ശാശ്വതമായിട്ടുള്ള എൻജോയ്മെന്റ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ചെറിയൊരു ചൊറിച്ചിൽ തോന്നി ചൊറിഞ്ഞു അപ്പോൾ പോയി, അത്രയ്ക്ക് വളരെ നൈമിഷികമായിട്ടുള്ള എൻജോയ്മെന്റുകളാണ് നമുക്കുള്ളത് ഈ ഭൗതിക ലോകത്തിലുള്ള എൻജോയ്മെന്റ് എല്ലാം തന്നെ. അതിൻ്റെ എല്ലാം ബൈ പ്രോഡക്ട്സ് വളരെ ദുരിതപൂർണവുമാണ് ഈ എൻജോയ്മെന്റ്സിന്റെ ഒക്കെ അവസാനം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞ കർമ്മഫലമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ട് നിർത്താം. ഭഗവാൻ ഈ കാലത്തിന് പിടിച്ചു നിർത്തിയ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ കാലം അത്ര സ്ട്രോങ് ആണ്, കാലത്തിനെ ബ്രഹ്മദേവനോ യമദേവനോ ഒന്നും നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഈവൻ മായാദേവിയെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാലം. എന്നാലും മായാദേവിക്ക് പോലും കാലത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു.
അങ്ങനെയുള്ള കാലത്തെ ഭഗവാൻ നിയന്ത്രിച്ച പിടിച്ചു നിർത്തിയ സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വൃന്ദാവനത്തിൽ എൻ്റെ കൂടെ പോന്നിരിക്കുന്നവർക്ക് നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കാര്യം ഓർമ്മ കാണും. എൻ്റെ കൂടെ വന്നവരാരൊക്കെയോ വൃന്ദാവനത്തില്? ഇവിടെ ഇപ്പോൾ ഉള്ള രണ്ടുപേരുണ്ട്, വിലാസിനി മാതാജി, ഗീതാ മാതാജി, അല്ലേ? ഞാനുണ്ട്. ആ. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിരുന്നു, ബാണ്ടിരവനി പോയിരുന്നു. അവിടെ നമ്മൾ ബ്രഹ്മദേവൻ രാധാകൃഷ്ണ ശൈശവ വിവാഹം നടത്തുന്ന ആ ഒരു സ്ഥലം പോയി. ആ സ്ഥലത്തിന് ബാണ്ടിരവൻ ഓർമ്മയുണ്ടോ? രണ്ട് വൃക്ഷങ്ങൾ ഇങ്ങനെ കൈ കൊടുക്കുന്ന രീതിയിൽ നിൽക്കുന്നത് കണ്ട് കണ്ടു ഓർമ്മയുണ്ടോ? ഉണ്ട് ഉണ്ട്. മാതാജിക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. രണ്ട് ഓർമ്മയുണ്ട്. വൃക്ഷങ്ങൾ ഇങ്ങനെ കൈ ഓർമ്മയുണ്ട്. പിടിച്ചു കൊടുക്കുന്ന ആ ആ ആ സമയത്ത് ആ രാധാറാണി എന്ത് ചെയ്തു? കാലചക്രത്തെ പിടിച്ചു നിർത്തി. ഇവരുടെ വിവാഹ ജീവിതം എത്ര വർഷം, എത്ര കാലം നീണ്ടു നിന്ന് ഒരാൾക്കും അറിയാൻ പറ്റാതെ ആയിപ്പോയി. കാര്യം കാലചക്രത്തിന്റെ ആ പ്രഭാവത്തെ നിർത്തിവെച്ചു. അങ്ങനെ എത്ര വർഷം, എത്ര കാലം ഈ ലീല നീണ്ടു നിന്നെന്ന് ഒരാൾക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥ ആയി മാറി. അപ്പൊ അങ്ങനെ കാലചക്രത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അടുത്തത് നമ്മൾ കണ്ടത് ആ, ജയദ്രഥൻ. ജയദ്രഥൻ ആരാണ്? ദുശലയുടെ ഭർത്താവ്. ദുശ്ശലയുടെ ഭർത്താവ് എന്നെ ഒരുപാട് വരമൊക്കെ കിട്ടി. ഈ പറയുന്ന അഭിമന്യുവിനെ, അത് അർജുനന്റെ സുഭദ്രയുടെ മകനായ അർജുനൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലേക്ക് കയറിയായിരുന്നു, കയറ്റി വിട്ടു. അപ്പം സുഭദ്രയുടെ വയറ്റിലിരുന്ന സമയത്ത് ഭഗവാൻ ചക്രവ്യൂഹത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും പറഞ്ഞു കൊടുത്തു. സുഭദ്ര കയറുന്നത് വരെ കേട്ടുള്ളൂ. അപ്പം ഇറങ്ങുന്ന ഭാഗം പറഞ്ഞു കൊടുത്തപ്പോൾ സുഭദ്ര ഉറങ്ങിപ്പോയി. അങ്ങനെ അഭിമന്യു അത് കേട്ടില്ല. അങ്ങനെ തിരിച്ചിറങ്ങി പോരാനുള്ള വിദ്യ അറിയാതെ പോയി. ദ്രോണരെ, കർണനെ, അതുപോലെ തന്നെ അശ്വത്ഥാമാവ്, ഇങ്ങനെയുള്ള മഹാരഥന്മാരെല്ലാരും കൂടെ കൂടി ഈ ബാലകനായ ഈ അശ്വത്ഥാമാവ്, അല്ല ബാലകനായ ഈ അഭിമന്യു, അപ്പൊ ഉത്തര അന്ന് ഗർഭിണിയാണ് എന്നുള്ള വിവരം അറിഞ്ഞതേ ഉള്ളൂ. വിരാട് രാജാവിന്റെ മകള് അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷത്ത് വയറ്റിൽ കിടക്കുകയാണ്. ഇത് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച ദിവസമാണ് ഇത് സംഭവിക്കുന്നത്, അല്ലേ? അപ്പം ആ ഒരു ബാലകനായ യുവാവായ അഭിമന്യുവിനെ ചതിച്ച് കൊല്ലുന്നു. അതിന്റെ കാരണം എന്താണ്? ബാക്കിയുള്ള പാണ്ഡവരെ എല്ലാം ആര് ലോക്ക് ചെയ്തു? ജയദ്രഥൻ. ജയദ്രഥൻ മഹാദേവന്റെ അടുക്കിൽ നിന്നൊക്കെ കുറെ വരദാനമൊക്കെ മേടിച്ചു. അങ്ങനെ അതില് എന്ത് ചെയ്തു? മറ്റേ ബാക്കിയുള്ള 4 പാണ്ഡവരും, കൃഷ്ണനും അർജുനനും അന്ന് അവിടെ ഇല്ലായിരുന്നു, സ്ഥലത്ത് എന്തോ കാരണത്തിൽ പുറത്തു പോയിരുന്നു. അങ്ങനെ ഇവരെ 4 പേരെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഈ പുത്രന്റെ ദഹനമൊക്കെ കഴിഞ്ഞ് അഭിമന്യുവിന്റെ വളരെ വിഷമത്തോട് അർജുനൻ അവിടെ നിന്ന് പ്രതിജ്ഞ എടുത്തു, ഈ ജയദ്രഥനെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ വധിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവത്യാഗം ചെയ്യും അഗ്നിയിൽ എന്ന് ശപഥം എടുത്തു. ഭഗവാനോട് പോലും ചോദിക്കാതെ ഈ ശപഥം എടുത്തത്, അല്ലേ? ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെയാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്തു? പിറ്റേ ദിവസം വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ കൗരവരെല്ലാവരും കൂടി ജയദ്രഥനെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു. അങ്ങനെ ഒളിപ്പിച്ചിട്ട് സൂര്യാസ്തമം വരാണ്ട് അവർ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? ഈ അന്ന് ഭയങ്കര മഹാരഥന്മാരെല്ലാവരും അർജുനനായിട്ട് എതിരിടുകയാണ്. എതിരിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഈ സമയം ഇങ്ങനെ 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 പോയി കഴിയുമ്പോൾ നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ശകുനി അടക്കമുള്ളവർ പറഞ്ഞു, നീ നിന്റെ വാക്ക്, നീ ക്ഷത്രിയനാണെങ്കിൽ എന്താണ് വാക്ക് പറഞ്ഞാൽ പാലിക്കണം, അല്ലെ? സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ നീ നിന്റെ വാക്ക് പാലിക്കൂ. സൂര്യൻ ഇതേ അസ്തമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഇതുവരെ ജയദ്രഥനെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നീ ആത്മഹത്യ ചെയ്യുക, ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നീ വീരനാണെങ്കിൽ ധീരനാണെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞ് വന്നു. അപ്പൊ അങ്ങനെ അർജുനൻ ചിതയെല്ലാം പൂട്ടി. നോക്കിക്കഴിയുമ്പോൾ തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നിസ്സംഗനായിട്ട് ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചു. അപ്പം ഈ സാധാരണഗതിയിൽ ഈ പാണ്ഡവർക്ക് എന്തെങ്കിലും പ്രശ്നം, പരമഭക്തർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്തു? ഓടിക്കേറി രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കും. ഭഗവാൻ അനങ്ങിയതേയില്ല. അനങ്ങിയതില്ല. ഇത് എന്താണ് ഈ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? ഈ മാധവൻ എന്താണ് ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നത്? മാധവന് സന്തോഷമോ ഞാൻ ഭരിക്കുന്നത്? കാര്യം മാധവന്റെ പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്തത്? അല്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടോട് ഇടയ്ക്കിടയ്ക്ക് ഏറുകണ്ണിട്ടിട്ട് അർജുനൻ ഇങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. തീയൊക്കെ കൂട്ടി. ഇനി നോക്കിക്കഴിയുമ്പോഴത്തേന് സൂര്യൻ പൂർണ്ണമായിട്ട് ഡിമ്മായി, ഒന്നും കാണുന്നില്ല, അന്ധകാരായി. അർജുനൻ എടുത്തു ചാടാൻ വരുന്ന സന്ദർഭത്തിലാണ് ഇരുട്ടായെന്നറിഞ്ഞ് ജയദ്രഥൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങോട്ടേക്ക് വന്നു, ഈ ആത്മഹത്യ കാണാനായിട്ട്. നീ അങ്ങനെ ആത്മഹത്യ ചെയ്യടാ, ഇത് കാണാനായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് ജയദ്രഥൻ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്തു? അപ്പം ഇപ്പൊ ജയദ്രഥന്റെ മുൻപിൽ വെച്ചിട്ട് ഇത് ചെയ്യേണ്ടി വന്നില്ലേ? സ്വന്തം പുത്രനെ തലേദിവസം വധിച്ചതാണ്. അപ്പൊ ആ ശത്രു വന്നിരിക്കുകയാണ്, ശത്രുവിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രതിജ്ഞയാണോ? ശത്രുവിനെ വധിക്കുമെന്നുള്ള ശാപമാണോ?
എന്താണ് ചെയ്യേണ്ടതെന്ന് അർജുനൻ ആകെ കൺഫ്യൂഷൻ ആയില്ലേ. ഞാൻ എടുത്ത പ്രതിജ്ഞ എന്താണ്? അവനെ വധിക്കുമെന്ന്. പ്രതിജ്ഞ എന്താണ്? സൂര്യൻ അസ്തമിച്ചതിന് മുൻപേ വധിക്കുമെന്ന്. ഇത് സാധിക്കാൻ പറ്റാത്തതിനുള്ള ദുഃഖം കാരണം അർജുനൻ ആകെപ്പാടെ എന്ത് ചെയ്തു? മനസ്സ് സംഘർഷകുലനായിട്ട് ഈ അഗ്നിയിലേക്ക് ചാടാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് നോക്കിക്കഴിയുമ്പം ഭഗവാൻ എന്ത് ചെയ്തു? കാലത്തെ പിടിച്ചു നിർത്തിയിരിക്കുക. സുദർശനം എന്ത് ചെയ്തു? അങ്ങ് വലിച്ചു. സൂര്യന് മറയാക്കി വെച്ചിരിക്കുകയാണ്. സുദർശനം അങ്ങ് വലിച്ചപ്പോൾ നല്ല വെയിൽ അങ്ങോട്ട് വന്നു. അങ്ങനെ എന്ത് ചെയ്തു? അർജുനൻ ആ സമയത്ത് എന്ത് മനസ്സിലായി? ഭഗവാന്റെ കാരുണ്യം എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കി അല്ലേ. ഇത് ഭക്തൻ പറയുകൂടെ ചെയ്തിട്ടില്ല അല്ലേ. ഞാൻ ഇതുപോലെ ശാപം എടുക്കാൻ പോവാണ്, നിന്റെ പെർമിഷൻ ഒന്നും എടുത്തില്ല. എന്നിട്ടും ഭഗവാൻ അറിഞ്ഞു കണ്ട് ചെയ്തു. എന്നിട്ട് ഉടനെ തന്നെ ജയദ്രഥനെ വകവരുത്തി. പക്ഷെ ജയദ്രഥന്റെ തല എങ്ങനെ അവിടെ വീണ് കഴിഞ്ഞാൽ എന്താണ്? അത് പൊട്ടിത്തെറിച്ച് സർവനാശം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ തല എവിടെ ചെന്നാണ് വീണത്? അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിന്റെ തലയിൽ ചെന്ന് വീണ് അവിടെ പൊട്ടിത്തെറിച്ചു. ആ പിതാവാണ് ഈ പുത്രനെ ഈ രീതിയിലാക്കി മാറ്റിയത്. അങ്ങനെ ആ പിതാവിന്റെ അന്ത്യവും അതോടുകൂടിയായി. അങ്ങനെയാണ് ഒരു സംഭവം. പിന്നെ ഇതുപോലെ തന്നെ മൂന്നാമത്തെ സംഭവം ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. ഇവര് പ്രഭാസ തീർത്ഥത്തിൽ, അതായത് നകുലനെ കൊണ്ട് ഇവര് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ഇവര് ജ്യോതിഷം നോക്കിച്ചു. കാരണം നകുലന് ഈ സഹദേവൻ എന്താണ്? ഈ പറയുന്ന മരുന്നിന്റെ ആളാണ്. അശ്വിനി ദേവരുടെ പുത്രന്മാരാണല്ലോ. ഒരാൾ ജ്യോതിഷത്തിന്റെ ആളും മറ്റേ ആള്. അപ്പൊ നകുലൻ ഒരു കാര്യം പ്രവചിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല അല്ലേ. ജ്യോതിഷത്തിൽ വളരെ ജ്ഞാനമാണ്. അപ്പം ഈ ഇവര് ശത്രുപാളയത്തിരിക്കുന്ന ആൾക്കാര് എന്ത് ചെയ്തു? നകുലന്റെ ആ സത്യസന്ധതയും അതെല്ലാം മുതലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കുമോ ഇല്ലോ എന്ന് അറിയാനായിട്ട് നോക്കാനായിട്ട് ഇരുന്നു. ആര്? കൗരവര് നോക്കാനായിട്ട്. അപ്പൊ കൗരവർ ജയിക്കണേ. നകുലൻ എന്ത് ചെയ്യും? വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, കൗരവർ ജയിക്കണമെങ്കിൽ ഈ ഗ്രഹണം വരുന്നുണ്ട്. ഗ്രഹണത്തിന് മുൻപേ യുദ്ധം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ യുദ്ധം ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഗ്രഹണം വരാനായിട്ട് ഓൾറെഡി ജ്യോതിശാസ്ത്ര പ്രകാരം ഇന്ന ദിവസമാണ് ഗ്രഹണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ തരും. 15-ാം തീയതിയാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ആ സൂര്യഗ്രഹണത്തിന് മുൻപേ ഉള്ളൊരു ദിവസം യുദ്ധം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൗരവർ പക്ഷത്താണ് ജയിക്കാനായിട്ടുള്ള സാധ്യത എന്നുള്ള കാര്യം നകുലൻ പ്രവചിച്ചു. അപ്പോൾ നകുലൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ നകുലന്റെ വാക്ക് സത്യമാക്കണ്ടേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പിന്നെ കൗരവരൊട്ട് ജയിക്കാനും പാടില്ല. അപ്പോൾ ഭഗവാൻ എന്താണ്? നകുലൻ ഭഗവാന്റെ ഭക്തനാണ്. അപ്പൊ നകുലന്റെ വാക്ക് പാലിക്കണം. അതുപോലെ തന്നെ കൗരവര് ജയിക്കാനും പാടില്ല. അവിടെയാണ് അധർമ്മം നിൽക്കുന്നത് അല്ലേ. ധർമ്മത്തിന്റെ ഭാഗത്താണ് ഭഗവാൻ എപ്പോഴും അല്ലേ. അപ്പത്തിന് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ബലി ഇടാനായിട്ട് ഇങ്ങനെ പോകുന്ന ഇതുണ്ട്. മറ്റേ പ്രഭാസ തീർത്ഥത്തിലാണെന്ന് തോന്നുന്നു. ഇവര് ബലി ഇടാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. ഗംഗയിലും അതോ ഗംഗാ നദിയിലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു ബലി ഇടാനായിട്ട് എല്ലാവരും പോവാണ്. പ്രഭാസ തീർത്ഥത്തിൽ ബലിയില്ലേ പ്രഭു? ഞാൻ അവിടെ കുളിച്ചതാ. ഭഗവാൻ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ബലി ഇടാനായിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഗംഗാ നദിയിലാണ്. അപ്പൊ ഗംഗാ നദിയിൽ നല്ല ദൂരം പോകണം. അപ്പൊ ആ ഗംഗാ നദിയിൽ എന്ത് ചെയ്തു? എല്ലാവരെയും അപ്പൊ സർവ്വ ചരാചരങ്ങളിൽ 33 കോടി ദേവന്മാരെ അവിടെ വിളിച്ചു വരുത്തി. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ കൂടെ ബലി ഇടാനായിട്ട്. ഈ സമയത്ത് എന്ത് ചെയ്തു? സൂര്യനും ചന്ദ്രനും വന്നു. അവര് എന്ത് ചെയ്തു? സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടി ഒരേ ലൈനിൽ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സൂര്യഗ്രഹണം ഉണ്ട്. അപ്പൊ സൂര്യനും ചന്ദ്രനെ അവിടെ വിളിച്ചു വരുത്തിയ സമയത്ത് ഇവര് ഒരേ ലൈനിൽ വന്നു. ഒരേ ലൈനിൽ ബലി ഇടാനായിട്ട് ഒരേ ലൈനിൽ വന്നപ്പം ഭൂമിയുടെയും സൂര്യന്റെയും ചന്ദ്രനും ഒരേ ലൈനിൽ വന്ന സമയത്ത് എന്താണ്? ഗ്രഹണം, സൂര്യഗ്രഹണമായി. അങ്ങനെ സൂര്യഗ്രഹണം എന്ത് ചെയ്തു? ഇപ്പൊ 15-ാം തീയതി ഞാനൊരു തീയതി പറഞ്ഞില്ലേ, അതിന് മുൻപേ നടന്നു. അപ്പൊ എന്ത് ചെയ്തു? യുദ്ധം ഓൾറെഡി പ്ലാൻ ചെയ്തില്ല, യുദ്ധത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. അതുകൊണ്ട് ഇവരുടെ ജയത്തിനുള്ള സാധ്യതയും പോയി. മനസ്സിലായില്ലേ? അപ്പം ഭഗവാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാലത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഭഗവാൻ കാലസ്വരൂപനാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ആർക്കും ടൈമിനെയും കാലത്തെയും നമ്മളുടെ വിധിയൊന്നും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധ്യമല്ല. പക്ഷെ നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലത് ചെയ്യാനായിട്ട് സാധിക്കും, നല്ല പ്രവൃത്തി ചെയ്ത്. നമ്മളുടെ ശരീരത്തിനല്ല, ആത്മാവിന്. അത് പ്രത്യേകം നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നതാണ്. നമ്മളുടെ ആത്മാവിന് നല്ലത് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആത്മാവ് ചെല്ലേണ്ടിടത്ത് എത്തിച്ചേരും. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എന്തെങ്കിലും ഈ ഫ്ലൈറ്റിലുള്ള ആളുകൾ കരിഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ മുജ്ജന്മത്തെ കർമ്മഫലം എന്ന് പറഞ്ഞ ഭഗവാന് പോലും അത് വന്നില്ലേ? കാരണം ഈ പ്രഭാസ തീർത്ഥത്തിൽ അവിടെ തന്നെയാണ്, ഒരു അമ്പലത്തിലാണ് ഭഗവാൻ കിടക്കുന്നത്. കാലയിൽ ഇത് കൊണ്ടിട്ട്, അമ്പ് കൊണ്ട് കാലയിൽ കിടക്കുന്നത്. ഭഗവാന്റെ കാലയില് അവിടെ വെച്ചാണ് അമ്പ് കൊള്ളുന്നത്, പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് അമ്പ് കൊള്ളുന്നത്. അമ്പ്. അപ്പൊ അത് കഴിഞ്ഞ ജന്മം അദ്ദേഹം പാത്തിരുന്ന് അദ്ദേഹത്തിനെ വധിച്ചതല്ലേ, ബാലിയെ. ഭഗവാൻ പോലും ഈ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മൾ കാണിച്ചു തരികയാണ്.
അല്ലാതെ ഭഗവാൻ ഈ ഭഗവാനായിട്ട് കർമ്മഫലത്തിന്റെ ഉപരിയാണ്, ഇതിന് മുകളിലാണ്. കാര്യം ഭഗവാൻ ചെയ്യുന്നത് എന്തും അത് ധർമ്മമാണ്. ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് ചെയ്യുന്നു അതാണ് ധർമ്മം. അല്ല, ഈ ധർമ്മത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആള്, ഈ ധർമ്മമീമാംസയും കർമ്മമീമാംസയും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ ഇതിന്റെ ഉപരിയാണ്, ഇതിൽ നിന്നൊക്കെ പുറത്താണ്. എന്നിരുന്നാൽ തന്നെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്, അല്ലേ? കാണിക്കുന്നതായിരിക്കും കർമ്മഫലം ഭഗവാൻ നമുക്ക് ഉണ്ടെന്നുള്ളത്. കാണിച്ചു തരുവാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ ഫലം. ഭഗവാൻ അവിടെ വെച്ചിട്ട് ബാലിയെ ഒരു മരത്തിന് പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ ജന്മം എനിക്കിത് കിട്ടണം, കഴിഞ്ഞ ജന്മം ഞാൻ ഇങ്ങനെ പാത്തിരുന്ന് ചെയ്തതാണ്, അതെ എനിക്ക് അതുകൊണ്ട് കിട്ടണമെന്ന് പറയുന്നുണ്ടല്ലോ ഭഗവാൻ. അതെ അതെ അതെ. അപ്പൊ നമ്മള് അതാണ് രണ്ടാമത്തെ അധ്യായം നമ്മൾ അങ്ങനെ വളരെ വിജയകരമായിട്ട് നമ്മൾ പ്രശ്നോത്തരിയും എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ ഇനി അടുത്ത മൂന്നാമത്തെ കർമ്മം. ഇനി നമ്മൾ കർമ്മകാണ്ഡ പഠിക്കാൻ പോവാണ്. ലോ ഓഫ് കർമ്മ അടുത്ത മൂന്നാമത്തെ അധ്യായം അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നമ്മൾ ലോ ഓഫ് കർമ്മ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരിക അടുത്ത ആഴ്ച മുതൽ. അപ്പൊ അത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഭാവാർത്ഥം നോക്കുമ്പോൾ എല്ലാവരും, എനിക്കൊരു ഇതുണ്ട്, നമ്മൾ ഭാവാർത്ഥത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് പ്രശ്നോത്തരി വരുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അതിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ലോ ഓഫ് കർമ്മ പഠിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. കർമ്മത്തിൽ കൂടെ എങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അപ്പൊ ഇത് വീണ്ടും റിവിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കരുത്. ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രശ്നോത്തരി ഇത് ഞാൻ സ്കാൻ ചെയ്തിട്ടിടാം. അതുപോലെ എല്ലാ പ്രശ്നോത്തരിയും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളത് കാണാത്തവർ അതെല്ലാം കണ്ട് മനസ്സിലാക്കി അതെല്ലാം റിവിഷൻ എടുത്ത് പോകണം. നമ്മളപ്പോൾ ഭഗവാനുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യും. നമ്മൾ അത് ജ്ഞാനത്തിൽ കൂടെ നമ്മൾ എത്തും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ജ്ഞാനത്തിൽ കൂടെ ഒക്കെ ഭഗവാനായിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പം അടുത്ത അധ്യായം കർമ്മയോഗമാണ്. കർമ്മത്തിൽ കൂടെ ഭഗവാനുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് നമ്മൾ പഴയ റിവിഷനൊക്കെ എടുക്കുക. അതുപോലെ തന്നെ പുതിയ ക്ലാസ്സിൽ നമ്മളിനി ഓരോ സ്റ്റേജ് മുന്നോട്ട് പോകുന്നതോറും അതിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകണം. നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഭഗവത്ഗീത ആര് കേട്ടതുപോലെ ആവും, ധൃതരാഷ്ട്ര കേട്ടതുപോലെ ആവും, അല്ലേ? ആ ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പം ഹരിബോൾ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദിക്ക് ജയ്. അനന്തകോടി ആചാര്യവന്ദിക്ക് ജയ്. ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.